സ്വർഗം എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ മലയാള സിനിമാ ലോകത്തേക്ക് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി അരങ്ങേറ്റം കുറിച്ചത്. പ്രവാസി മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് CN ഗ്ലോബൽ മൂവീസ്. ഇവർ ആ ഒരു സ്വർഗം എന്ന ചിത്രം വളരെയധികം ഹിറ്റായിരുന്നു, ഒരുപാട് ജനപ്രീതി നേടിയത് കൊണ്ട് തന്നെ അവർ വീണ്ടും നമ്മൾക്ക് അരികിലേക്ക് എത്തുകയാണ്. ആഘോഷം എന്ന ഈ ചിത്രത്തിലൂടെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഘോഷമായിട്ട് അവർ നമ്മൾക്ക് അരികിലേക്ക് എത്തുന്നു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നത് സ്വർഗം എന്ന ചിത്രത്തിലൂടെ ഇതിന്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആയ ലിസി ചേച്ചിയും ജിൻഡോയും ചേർന്ന് ഈണം പകർന്ന് ബേബി ജോൺ കലയന്താനിയുടെ വരികൾക്ക് വിജയ് യേശുദാസും ചിത്ര ചേച്ചിയും ചേർന്ന് ആലപിച്ച ആ ഒരു മനോഹര ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ ആരംഭിക്കാം. വേദിയിൽ ആ ഗാനം ആലപിക്കാനായി അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിൻഡോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംഗീതമേ കരുണ തൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം സ്വർഗ സായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമായിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം പാടുന്നു ജീവിതം തിരുപാദ സന്നിധി എൻ ജീവനിൽ അലിയുന്നു നീ വെയിലാർന്ന വീതിയിൽ തളരുന്ന വേളയിൽ തുണയായി നീ എൻ ജീവനിൽ തളരേകി നീ ഒന്നായി ജീവിതം സൗഭാഗ്യമാകുവാൻ മനസ്സിന്റെ വാതിൽ നിറമേഴുമേകിടും മഴവില്ലു വെൺശോഭയായി തെളിയുന്നു നീ ഒലിവിന്റെ ചില്ലയിൽ തണുപ്പാർന്ന തെന്നലായി പടരുന്ന തോൽവി സ്നേഹമായി തഴകുന്നു നീ കരുണാർദ്ര സ്നേഹമേ ഹൃദയമേ അഭയം സ്നേഹ
വേളയിൽ ഉയരുന്ന സങ്കീർത്തനം സ്വർഗ സായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമായി മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം ആടുന്നു നിൻ ദിവ്യഗീതം കാഴ്ചയാം മന്നിതാ ഏകിടാം ജീവിതം തിരുപാദ സന്നിധി. ജിൻജോ, ആഘോഷം എന്ന ഈ മൂവിയുടെ കഥയും അതേപോലെ തന്നെ CN ഗ്ലോബൽ മൂവീസിന്റെ ആദ്യ ചിത്രമായിരുന്ന സ്വർഗം എന്ന മൂവിയുടെയും കഥയും എല്ലാം ചെയ്ത വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്. ലിസിയെ ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു കൈയോടെയോടുകൂടി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വരും. ചാവറ കൾച്ചർ സെന്ററിന്റെ AD ഇപ്പോഴത്തെ അനുപച്ച അനിലച്ച സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒത്തിരിയേറെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട് കടപ്പാടുകളും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും സംഭവ്യമാകുന്ന ഒരു പ്രതിഭാസം പോലെ എനിക്ക് തോന്നിയത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് യാത്രകൾ 2-3 കൊല്ലമായിരുന്നു ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ സംഭവിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. അനേകം കലാകാരന്മാരുടെയും അനേകം പേരുടെ സ്വപ്നങ്ങളുടെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്നിലെ പ്രവർത്തനങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും എല്ലാം ഫലമായി ഒരുപക്ഷെ നന്നായി വന്നാൽ സന്തോഷത്തോടെയും കൈവിട്ടു പോയാൽ എല്ലാം കൈവിട്ടു പോകുന്നതുമായ ഒരു പ്രത്യേക അനുഭവമാണ് സിനിമ. എന്നാൽ അവിടെ വീണ്ടും അനേകം സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കലയോടുള്ള സ്നേഹമോ ഒരുപക്ഷെ ഈ സമൂഹത്തിൻ്റെ മുഖം കാണിക്കാനുള്ള ആശയങ്ങളൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു പരിധി വരെ. അപ്പോൾ CN ഗ്ലോബൽ മൂവീസ് ഞാൻ രണ്ടാമത് ചെയ്യുന്ന ചിത്രമാണിത്. ആദ്യ ചിത്രം ഉണ്ടായത് ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ ആളല്ല, ഞാനായിരുന്നത് കലാരംഗത്താണ്, പാട്ടിൻ്റെ മേഖലകളാണ്. എന്നാൽ അത് സിനിമയിലേക്ക് ഒരു നല്ല പ്രവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ നല്ല കലാസൃഷ്ടികളോ നല്ല പാട്ടുകളോ ഒക്കെ വേണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എന്നോടൊപ്പം 15 സഹോദരങ്ങൾ പ്രവാസികളായവർ ഒന്ന് ചേർന്ന് ഞങ്ങൾ CN ഗ്ലോബൽ എന്ന സിനിമ നെറ്റ്വർക്കിംഗ് കമ്പനി എന്ന ഒരു കമ്പനി രൂപീകൃതമാക്കുകയും ആദ്യം ഒരു കുടുംബചിത്രം ജോണി ആന്റണി ചേട്ടനെയും അജു വർഗീസിനെയും അനിനെയും മഞ്ജുപിള്ളയൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞങ്ങളെ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചിത്രം അത് വലിയ വിജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളികൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം, അതിലെ ഗാനങ്ങളുമൊക്കെ. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വന്നിട്ട് ഇവിടം വരെ ഇപ്പം നിൽക്കുന്നെങ്കിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ആദ്യം ഈ സംവിധാനം തുടങ്ങാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന 15 പേരോടുമുള്ള ഹൃദയത്തിലെ നന്ദി പറഞ്ഞുകൊണ്ടും ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്നത് ചെറിയ സമയം കൊണ്ട്, കാരണം നമ്മുടെ സമയം 4:30-ക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്, 4-നൊക്കെ വന്നവരിവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങളെ ഒത്തിരി ഉപദ്രവിക്കാതെ ഈ സിനിമയുടെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കും. ഈ ഇരിക്കുന്ന ആഘോഷത്തിൻ്റെ ടീമംഗങ്ങളും അതിനെ സ്നേഹിച്ചവരും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുമാണ്. അപ്പം നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയാലോ പേര് പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്നും നിങ്ങൾ വിഷമിക്കരുത്. കാരണം നിങ്ങളുടെ എല്ലാം മുഖമായിട്ട് ഞാൻ നമുക്ക് വേണ്ടി പുറത്തുനിന്ന് വിളിച്ചു വന്ന ഗസ്റ്റിനെയൊക്കെയാണ് സ്വാഗതം ചെയ്യുക. ആഘോഷം എന്നത് ഞങ്ങൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന എൻ്റെ ഒരു മ്യൂസിക് ബന്ധം ഉള്ള സ്റ്റീഫനോട് സംസാരിച്ചപ്പോൾ ഗുമസ്തൻ എന്ന സിനിമ മനോഹരമായി നിങ്ങൾക്ക് സമ്മാനിച്ച അമൽ കെ ജോബിയെയും അതോടൊപ്പം തന്നെ ജെയ്സും ഒക്കെ കൂടി ഞങ്ങൾ ഒന്നിച്ച് ഇതിൻ്റെ പ്രൊജക്റ്റ് ഡിസൈൻ ടൈറ്റിൽസും ഒക്കെ കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പസ് ചിത്രത്തിൻ്റെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. കഥയുടെ റൂട്ട് പറയുകയായിരുന്നു. അവിടെ നിന്ന് അമൽ കെ ജോബിയുടെ മനോഹരമായ തിരക്കഥയിൽ ഏകദേശം 55 ദിവസത്തെ ഷൂട്ടിങ്ങും ഏകദേശം 3-4 മാസത്തെ കഠിനാധ്വാനവും ഒക്കെയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് യുവക്ഷേത്ര എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഒരു ആഘോഷം ഉണ്ടായെങ്കിൽ അതിന് ദൈവം കഴിഞ്ഞാൽ നന്ദി പറയേണ്ട ആഘോഷം സിനിമയ്ക്ക് യുവക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പസിനെയും അതിൻ്റെ
അതിൻ്റെ ഉടമസ്ഥരായ അല്ലെങ്കിൽ അതിപ്പോൾ നടത്തുന്ന മാത്യു അച്ഛനെയും ലാലു അച്ഛനെയും പാലക്കാട് രൂപതയുടെ മേലധ്യക്ഷനെയൊക്കെ നന്ദിയോടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം രാത്രിയും പകലും ഇല്ലാതെ ആ സ്ഥാപനം നമുക്ക് വേണ്ടി തുറന്നു തന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു പ്രണവ് സാർ. ഒത്തിരി യുവക്ഷേത്രയുടെ മുഴുവൻ ടീമിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക് ലോഞ്ച് സംഘടിപ്പിക്കും. ഇവിടെയാണല്ലോ എനിക്ക് പറയാൻ പറ്റുക, നിങ്ങളെല്ലാം ഒന്നിച്ച് കാണുക. ഒരു വലിയ യാത്രയായിരുന്നു, തമാശ അല്ല. അതിൻ്റെ റിസ്കുകൾ ഒത്തിരിയുണ്ട്. ഈ സിനിമയ്ക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ ഒരു പരിധി വരെയൊക്കെ ഇതെനിക്ക് അത്ര പറ്റിയ പണിയൊന്നും ആണെന്ന് തീരുമാനിച്ചില്ലായിരുന്നു. ഒരു പക്ഷേ നിസ്സഹായമായി നിർത്തിയേക്കാം എന്നൊക്കെ ഓർത്ത സാധനമായിരുന്നു സിനിമ. പക്ഷെ അവിടെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്, എന്നാൽ ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല. പ്രിൻസ് ബ്രോസി ഓസ്ട്രിയ എന്നുള്ള ഒരു നമ്മുടെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ ജോഡി മോൻ UK എന്നുള്ളതാണ്. ബൈജു SR ബാംഗ്ലൂർ എന്നുള്ള ആളാണ്. അവർ മൂന്നും വരാത്തതുകൊണ്ടാണ് അവരുടെ പേര് ആദ്യം ഞാൻ പറയുന്നത്, മറക്കാതിരിക്കാൻ. അതോടൊപ്പം നമ്മുടെ കൂടെ ഉള്ളത് റോണി ജോസ് സൗത്ത് ആഫ്രിക്കയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കൂടെ എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ ദേവ്സി കുര്യൻ ബാംഗ്ലൂർ എന്നുള്ള പ്രൊഡ്യൂസറാണ്. അതോടൊപ്പം ജെസ്സി മാത്യു ദുബായിലുള്ള എൻ്റെ സുഹൃത്തായിരുന്നു. അതോടൊപ്പം ആനി ചേച്ചി US എന്നുള്ള എൻ്റെ സുഹൃത്താണ്. ഇങ്ങനെ ഞങ്ങൾ ഒരു ടീം ഒന്നിച്ച് വർക്ക് ചെയ്യായിരുന്നു. ഈ യാത്രയിൽ ഒരു പാട്ടിൻ്റെ ലോകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. എൻ്റെ ലൈഫ് തന്നെ പാട്ടിൻ്റെ ലോകമാണ്. അപ്പം ഞാൻ അവിടെ കറക്റ്റ് പാട്ടിൻ്റെ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പാട്ടിൻ്റെ ആളും എത്തിയിട്ടുണ്ട്. പാട്ട് നല്ലത് വേണം എന്നുള്ളത് ഏത് സിനിമയിലാണേലും എൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഇപ്പം തിരുനാൾ നടന്നാലും ഏത് ആഘോഷം നടന്നാലും പാട്ട്, ഡാൻസ്, ഈ സംവിധാനം ഒന്നുമില്ലാതെ നമ്മുടെ ഒരു സംഭവം നടക്കുകയല്ല, ശരിയല്ലേ? ആണോ? നിങ്ങളോട് പറഞ്ഞു, ആണോ അല്ലയോ? യെസ്. അത് വേണമെങ്കിൽ നല്ല പാട്ടുകൾ വേണം. നല്ല പാട്ടുകളില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാട്ടുകൾ ആഘോഷിക്കപ്പെടും. അതെന്ത് ഇപ്പം അമ്പലത്തിൽ ഉത്സവം നടന്നാലും മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷം നടന്നാലും പള്ളിയിലെ തിരുനാൾ നടന്നാലൊക്കെ നല്ല പാട്ടുകൾ വേണം, നല്ല സിനിമകൾ വേണം, ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ കൂടെ ഈ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായ എല്ലാവരെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർത്തുകൊണ്ട് ഞാനതിലേക്ക് പെട്ടെന്ന് എല്ലാവർക്കും വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ സിനിമയുടെ യാത്രയിൽ മ്യൂസിക് ആയിരുന്നു പ്രാധാന്യപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ സ്റ്റീഫൻ ദേവസിയോട് സംസാരിച്ചു. സ്റ്റീഫൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് തോന്നുന്നത് സ്റ്റീഫൻ ലോഞ്ച് എന്ന് പറഞ്ഞൊരു വലിയ സംരംഭത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. അതോടൊപ്പം പല രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾക്കിടയിലാണ്. എങ്കിലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, നമ്മളെ കുഞ്ഞ് നല്ലതാണ് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല 2 ഗാനങ്ങൾ മനോഹരമായി സ്റ്റീഫൻ്റെ സംഗീതത്തിൽ എവിടെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൗതം വിൻസെൻ്റ്, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ലൊരു സിംഗറാണ്. എൻ്റെ ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ മോനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് 2 പാട്ട് കൊടുത്തു. ആ പാട്ട് റിലീസ് ചെയ്യുന്നത് ഡിസംബർ 12 ഖത്തറിൽ വെച്ചാണ്. അത് വലിയൊരു പ്രോഗ്രാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ടീമിൻ്റെ ഗൗതമിൻ്റെ കെയറോവിൽ തന്നെ. അതിനും തീർച്ചയായിട്ടും അവരെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയൊക്കെ ഈ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ആക്ടേഴ്സ്, നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും പിണങ്ങരുത്. നരയൻ, അതുപോലെ തന്നെ കുട്ടേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, ജോണി ആനന്ദ ചേട്ടൻ, ബോബി കുര്യൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷാജു ശ്രീധര, ജെയ്സ് ജോസ്, അതോടൊപ്പം ജെയ്സ് മോൻ എപ്പോഴും വിളിച്ച് അതായിപ്പോയതാ കേട്ടോ. ഏതൊക്കെയാലും ഞങ്ങളുടെ ഒരു വലിയ ടീം, എല്ലാവരുടെയും പേര് പറയുന്നതായിട്ടേ കൂട്ടാവുള്ളൂ. ഇവരെ എല്ലാം ചേർത്തിണക്കി അമൽ കെ ജോബി മനോഹരമായി ക്യാമ്പസ് ചിത്രം 100 കണക്കിന് പിള്ളേരെ കൂട്ടിച്ചേർത്ത് 1000കണക്കിന് ആൾക്കാരെ മൊത്തത്തിൽ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ചിത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗാനങ്ങളാണ് നിങ്ങൾ കേൾക്കുക. അതിനി പ്രത്യേകിച്ച് ഈ യാത്രയിൽ ഞങ്ങളെ സഹായിച്ച് 2-3 പേരെ ഞങ്ങളെ പെട്ടെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങളുടെ റോസ്മിൻ കേട്ടോ, നല്ലൊരു സുന്ദരിയായ നായികയെ ഞങ്ങൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല അവസരങ്ങൾ കിട്ടാൻ ആ കുട്ടിക്ക് സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സുമേഷ്, മക്ബൂല്, ഒത്തിരിയും പേരുണ്ട് കേട്ടോ. നിങ്ങളുടെ ആരുടെയും പേര് എല്ലാവരുടെയും പറഞ്ഞു. ഇവരെല്ലാം വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ടെന്ന്. കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിച്ച ഒരു 2-3 കൂട്ടരങ്ങൾ എനിക്ക് പെട്ടെന്ന് പറയേണ്ടത്. ഒന്ന്, ഇടിമണിക്കൽ ജ്വല്ലറിയാണ്. അവരുടെ ഈ ക്രിസ്മസ് കരോൾ ഗാനത്തിൻ്റെ സ്പോൺസർ അദ്ദേഹമാണ്. കാരണം അത് വലിയ ലോകം മുഴുവൻ മത്സരിക്കാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനം ഒരുക്കി അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. റീൽസ് മത്സരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ ക്രിസ്മസ് ഗാനം ഇന്ന് ഓപ്പൺ ആക്കുന്നതും തുടങ്ങി. അതിൻ്റെ അവസരങ്ങളാണ് ഇത്. പിന്നീട് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ പറയും. അപ്പോൾ സണ്ണിച്ചൻ ഇടിമണ്ണിക്കലിനെ ഏറ്റവും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നന്ദിയോടെയും ഞാൻ ഈ നിമിഷങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏബൽസ് ഗാർഡൻ, അദ്ദേഹവും പ്രിൻസ് സാർ മുഖേനയാണ് എനിക്ക് നേരത്തെ തുടങ്ങി അറിയാമെങ്കിലും പ്രിൻസ് സാറിൻ്റെ ബന്ധത്തിലാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്. ജോസ് മോൻ സാറും ഒക്കെ കൂടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്.
ഭാവിയിൽ നമുക്കൊക്കെ ആവശ്യം വരുന്ന ഒരു വലിയ പ്രൊജക്റ്റ് കരിമണ്ണൂർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സാധനമാണത്. അവരും നമ്മളെ കൂടെ നിന്ന് സഹായിച്ചു. ആ ടീം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന സ്റ്റീഫനെയും ഗൗതമിനെയും അതുപോലെ അതിൻ്റെ രചന വഹിച്ച സന്തോഷ് വർമ്മ ഇവിടെയുണ്ട്. ഹരിനാരായണ സാർ ഇല്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹം യാത്രയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹവും വരുമായിരുന്നു. നല്ല രചനയ്ക്ക് നല്ല സംഗീതം നൽകിയ 4 പാട്ടുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. അതുപോലെ ഈ സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട്. എല്ലാ സിനിമയ്ക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര പ്രധാനപ്പെട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സിനിമയ്ക്ക് പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിൻ്റെ അത് നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് തന്നേക്കുന്നത് ഫോർ മ്യൂസിക്കാണ്. അവരുടെ ടീം എല്ലാവരും ഉണ്ട്. ഇനി ഈ ബാംഗ്ലൂരാണ് അടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി കടന്നു വന്നേക്കുന്ന ജെൻസൺ ചേട്ടന്, ബിജു തലച്ചറ തുടങ്ങിയ ഒരു ടീം തന്നെ ഉണ്ട്. അവരിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ബാക്കി എല്ലാ ജോലിയും മാറ്റിവെച്ച് ബാംഗ്ലൂർ വലിയൊരു തരംഗം തന്നെയാണ് നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇവരെല്ലാവരുടെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ മ്യൂസിക് റൈറ്റ്സ് നമ്മളോട് എടുത്ത ഗുഡ്വിൽ ജോബി സാറും അവരുടെ ടീമുമാണ്. അവർ നമുക്ക് വേണ്ടി പാട്ടുകൾ ലോകം മുഴുവൻ എത്തിക്കും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം ഓവർസീസ് റൈറ്റ്, ഞാൻ ഈ സിനിമ തുടങ്ങുമ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ സ്വർഗം എടുത്ത എൻ്റെ ഒരു ശ്വാസമുട്ടലൊക്കെ ആയിട്ടാണ്. എന്നത് അടുത്തൊന്നും നമുക്ക് പിടിയില്ല, സിനിമ നമ്മുടെ ലോകമാണെന്ന് അറിയില്ല. അവിടെ ഞാൻ ആദ്യം കാണുന്നത് സൈബർ സിസ്റ്റത്തിൻ്റെ ഷിബുചേട്ടനെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓവർസീസ് അവർ സ്വന്തമാക്കുകയും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഷിബുചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും ഷിബുചേട്ടനും വൈഫ് ഇപ്പോൾ വരും, ബ്ലോക്കിൽ പെട്ടുപോയിരിക്കുന്നതാണ്. അവരെയും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ സപ്പോർട്ട് സ്വരാജിയേട്ടൻ, ലുലുവിൻ്റെ മീഡിയ, നിങ്ങളെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പരിചയപ്പെടുത്തൊന്നും വേണ്ട. അദ്ദേഹം ഒരു 4 അടി പുറകിലൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹം നമ്മുടെ മീഡിയയിൽ എല്ലാവർക്കും നമ്മളെ എല്ലാ തരത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ഋഷിൻ സുമൻ, അതുപോലെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾക്ക് വേണ്ടി പിന്നെ എനിക്ക് 2 സിനിമയ്ക്കും എൻ്റെ കൂടെ നിന്ന ഒരാളാണ് ഡോൺ മാക്സ്. അദ്ദേഹം വളരെ നന്നായിട്ട് ഈ സിനിമയുടെ ഫുൾ വർക്ക്, എഡിറ്റിംഗ് മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കൂടെ നിന്ന് നമ്മളെ സഹായിക്കുകയാണ്. ഇനി നമ്മുടെ ആഘോഷം ടീമിൻ്റെ മുഴുവൻ പേരുടെയും പേരിലാണ് ഞാൻ ഒറ്റ വാക്കി പറയുകയാണ്. ഡയറക്ടർ ആൻഡ് ടീം, അതിൻ്റെ അകത്ത് അമൽ കെ ജോബി ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്, ടൈറ്റസ് ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ, ഡയറക്ടറിൻ്റെ ടീം, അതോടൊപ്പം തന്നെ ആർട്ട് വർക്ക് മനോഹരമായി ചെയ്ത ഞങ്ങളുടെ ആർട്ടിൻ്റെ ടീം, അതുപോലെ തന്നെ DOP റോജോ ഭംഗിയായിട്ട് ഈ സിനിമേനെ ക്യാമ്പസ് ചിത്രത്തെ അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടീം സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയവർ തുടങ്ങി അവസാനത്തെ ഡയറക്ടർ വരെയുള്ള പാട്ടുകൾ രചിച്ച സംഗീതം ചെയ്ത ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന പൈസ കൊണ്ട് സഹായിച്ചവർ, അതുപോലെ തന്നെ സാധ്യത കൊണ്ട് സഹായിച്ചവർ, പ്രാർത്ഥനയോടെ ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഈ ലൈവ് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയുള്ളതിനേക്കാളും പ്രവാസികളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ജീവിച്ചത് 10-20 വർഷം പ്രവാസ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഇതെല്ലാം ലൈവ് പോകുമ്പോൾ എന്നെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രവാസികളുണ്ട്. അത് പണമായിട്ടല്ല, അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഷെയറിങ് കൊണ്ടും ഒക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ഇപ്പോഴും തന്നെ ഉണ്ട് നമ്മുടെ പുത്തേട്ട്, റോയ് ചേട്ടൻ, ജോർജ് സാർ, ഇങ്ങനെ എനിക്ക് പറയാനാണ് ഇവിടെ മുഴുവൻ പേരുടെ പേര് പറയണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിൻസ് സാർ പ്രത്യേകം പറഞ്ഞു, ജോർജ് കുട്ടി കലാഭവൻ്റെ ജോർജ് കുട്ടി സാറിനെ ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വലിയൊരു സംരംഭത്തിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു കലാഭവൻ്റെ. അദ്ദേഹം ഇവിടെ നമ്മളെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ സാമ്പുട്ടി ചേട്ടൻ, അതുപോലെ തന്നെ ഒത്തിരി നോക്കുമ്പോൾ എല്ലാവരുടെയും പേര് പറയാവുന്ന മുഖങ്ങൾ, ആദ്യം പറഞ്ഞ പോലെ കടപ്പാടിൻ്റെ മുഖങ്ങൾ, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോൾ നന്ദു ചേട്ടനും അപ്പുറം ഇപ്പറയും ഒരു 2 എന്നാ പറയണ്ടേ ശക്തമായ കരങ്ങളായിട്ട് പ്രണവ് ആൻഡ് ആൻ്റണി ശക്തമായി ഞങ്ങളോട് വന്നു. ഇപ്പോൾ ഞാൻ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ നിൽക്കുന്ന മീഡിയയുടെ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും, അതുപോലെ സന്തോഷ് മണിമല, ഒത്തിരിയേറെ പേര് ഇപ്പോൾ നിങ്ങൾ ആ പേര് പറയാത്തവർക്കാണ് ഇനിയുള്ളതെന്ന് ഓർത്താൽ മതി. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും ആഘോഷത്തിൻ്റെ ടീമിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും കൂടെ ഇത്രയേറെ പേര് ഇവിടെ കടന്നു വന്നെങ്കിൽ ഞങ്ങളോടുള്ള സ്നേഹമാണ്. അതിനെയെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ടും പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ടും എൻ്റെ ദൗത്യം ഞാൻ അത്യാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം, പാട്ടുകൾ കേൾക്കാം. സ്റ്റീഫൻ എത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ്റെ ചെറിയ പ്രോഗ്രാം ഒക്കെ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മനോഹരമായിട്ട് ഇതിനെ ക്രോഡീകരിക്കാം. നിങ്ങളെല്ലാവരും തന്ന നല്ല സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മൈക്ക് ഞാൻ രമ്യയോടും കൂടെ കടപ്പാട് നിന്ന് 2-3 പ്രോഗ്രാമായി എന്നോട് വരികയെന്ന് പറഞ്ഞു. എനിക്ക് രമ്യ വരണമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ കടപ്പാടില്ലാത്ത ആരുമില്ല. ഏതെങ്കിലും തരത്തിൽ എല്ലാവരോടും നമുക്ക് വേണ്ടി സഹകരിക്കുകയും നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുകയും സ്റ്റീഫൻ്റെതായ റൂട്ടിലല്ല സ്റ്റീഫൻ നമ്മളോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഷാജു ശ്രീധരൊക്കെ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. എല്ലാവരും നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിന് ആഘോഷം ടീം മുഴുവനും വേണ്ടി
ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ലിസ് ചേച്ചി, താങ്ക് യു സോ മച്ച്. ആഘോഷം മൂവിയുടെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്ത ശ്രീ അമൽ കെ ജോബി, ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അമലിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒത്തിരിയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കുറേ പ്രതീക്ഷയോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഓരോ സിനിമയും എന്താ പറയുക, ഓരോ സ്വപ്ന സാക്ഷാത്കാരങ്ങളായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ എന്നല്ല, എല്ലാ സിനിമകളും, അതായത് ഒത്തിരി പേരുടെ കഷ്ടപ്പാടിൻ്റെയും ഒരു ഹാർഡ് വർക്കിൻ്റെയും അല്ലെങ്കിൽ വർക്കൗട്ട് രാത്രികളുടെയൊക്കെ ഒരു റിസൾട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ സിനിമ വർക്കൗട്ട് ആവുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കും ആഘോഷം എന്ന ഈ പടത്തിനും അങ്ങനെ ഒരു ടീം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇപ്പം CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്, ഡോക്ടർ പ്രിൻസ് പ്രോസി, ഡോക്ടർ ദേവസി കുര്യൻ, ജെസി മാത്യു, പാനിഷ് ചരൺ, ഇവരൊരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ആഘോഷം. പേര് പോലെ തന്നെ, അത് ആഘോഷത്തിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സെലിബ്രേറ്റ്, അതായത് ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ്. അപ്പോൾ ആ ടാഗ് ലൈൻ പോലെ തന്നെ ഒരു കളർഫുൾ ഒരു സെലിബ്രേഷൻ ബോർഡ് പടമായിരിക്കും ആഘോഷത്തിന് വാക്ക് വരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ കഥ, നിശ്ചയിച്ചതിന്റെ കഥ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഞാനും ജെയ്സേട്ടനും പിന്നെ നമ്മുടെ ടൈറ്റസ് എന്ന പ്രൊജക്ട് ഡിസൈനർ, ഞങ്ങൾ 3 പേരും കൂടി ആദ്യമായിട്ട് കഥ കേൾക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഥ കേട്ടത്, ചേച്ചിയുടെ അടുത്ത്. അന്നാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം, ഒരു സ്വാഭാവികമായിട്ട് ഒരു ലേഡി കഥ പറയാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കഥയുണ്ട്, അതായത് വലിയ സെന്റിമെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ട്രാജഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ചേച്ചി ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ല, അതായത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ ചേച്ചി പറഞ്ഞ കഥയിൽ ഭയങ്കരമായിട്ട് കൊമേഴ്സ്യലി എലമെന്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു ഗംഭീര കഥയാണ് ചേച്ചി പറഞ്ഞത്. അപ്പം അന്ന് ഞങ്ങൾ എല്ലാം നമ്മുടെ വൈബ് കണക്ട് ആയതാണ് ആഘോഷം ഓപ്പൺ ആകുന്നത്. അപ്പം അന്ന് തുടങ്ങിയ യാത്രയാണ് ആഘോഷം. അതിനുശേഷം ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ പാലക്കാടാണ്, പാലക്കാട് യൂഷഫ്ര കോളേജ്. അപ്പം അവരുടെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഒന്ന് ക്രൗഡ് പരിപാടി കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു വേറെ ടാസ്ക് ആയിരുന്നു. അത് മാത്രമല്ല, ഒരിക്കലും നമ്മളെന്താ പറയുക, ഒരു സാധാരണ സിനിമ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ ഈ ഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. മഴക്കാലം ജൂൺ ജൂലൈ സമയത്താണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം 1-2 ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ് ക്ലാഷ് കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഫുൾ ടീം നമ്മുടെ കട്ടക്ക് നിന്നുകൊണ്ട് അതായത് അന്ന് ആക്ച്വലി ഇപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് ഭയങ്കര മഴ പെയ്യും. നമ്മൾ ക്യാമറ നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം മഴ നിൽക്കും, ഇതായിരുന്ന അവസ്ഥ. അങ്ങനെ മഴയായിട്ട് ഭയങ്കര ഒരു ഒളിച്ചുള്ളി ഞങ്ങൾക്ക് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ടീം ഫുൾ നമ്മുടെ കൂടെ കട്ടക്ക് നിന്നുണ്ട്, ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യനും നമ്മുടെ കൂടെ കട്ടക്ക് നിന്നതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്ത സമയത്ത് അധികം ഡേയ്സ് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് കൂടാതെ അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് പോകാതെ അധികം നമുക്ക് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. അപ്പം അതിന് തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടീമംഗങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയം നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇപ്പം ആഘോഷം നമ്മളിങ്ങനെ വന്ന് ഇപ്പോൾ ഓഡിയോ ലോഞ്ചിൽ എത്തി നിൽക്കുകയാണ്. ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നമുക്കറിയാം, ഡെഫിനറ്റ്ലി ഓഡിയോ ലോഞ്ചിന്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസയാണ്. അപ്പം നമുക്ക് ആക്ച്വലി 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ സ്റ്റീഫൻ ബ്രോ 2 സോങ് ചെയ്തിട്ടുണ്ട്, ഗൗതം മിൻസിന്റെ 2 സോങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൗതമിന്റെ ഭാഗത്ത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഈ വരുന്ന 12-ാം തീയതി ഖത്തറിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ വെച്ചാണ് ആ സോങ് 2 നമ്മൾ റിലീസ് ചെയ്യുന്നത്. സ്റ്റീഫൻ ബ്രോയിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ പടത്തിലെ മ്യൂസിക് ഡയറക്ടറും സ്റ്റീഫൻ ബ്രോ തന്നെയായിരുന്നു, ഗുമസ്തൻ. സ്റ്റീഫൻ അതായത് ആക്ച്വലി ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ നമ്മളല്ലേ മാന്ത്രികകൾ കൊണ്ട് മാജിക് സൃഷ്ടിക്കാവുന്ന ആളായിരുന്നു. എല്ലാവരും ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പറ്റി അറിയാം. അപ്പോൾ നമ്മൾ വളരെ ആരാധനയോടെ കണ്ടൊരു വ്യക്തിത്വമാണ് സ്റ്റീഫൻ ദേവസി. അപ്പം അന്നൊന്നും നമുക്ക് സ്വപ്നത്തെ പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമയുടെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അദ്ദേഹം വരുന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് പുള്ളി എപ്പോൾ വിളിച്ചാൽ ഒന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് വിളിച്ച് കഴിഞ്ഞാൽ അമേരിക്ക, നാളെ വിളിച്ചാൽ ലണ്ടൻ, അങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യത്താണ് പുള്ളി ഓരോ ദിവസവും. അപ്പോൾ ആ തിരക്കിനിടയിൽ നമ്മുടെ പാട്ടുകൾ ഒന്ന് ചെയ്ത് നമുക്ക് മനോഹരമായ 2 പാട്ടുകൾ ചെയ്തു തന്ന സ്റ്റീഫൻ ബ്രോയ്ക്ക് എൻ്റെ ഹൃദയം നന്ദി, ഒരു കടപ്പാടി അറിയിക്കുന്നു. ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഈ പാട്ടുകൂടെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ഗംഭീര പാട്ടുകളാണ് മൂപ്പർ ചെയ്തിരിക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഇത് പിന്നെ അധികം നീട്ടുന്നില്ല കാര്യം, ഇപ്പോൾ ഇവിടെ മീഡിയക്കാർക്ക് അടുത്ത പരിപാടിക്കൊക്കെ പോകാനൊക്കെയുള്ളതാണ്. ഇപ്പോൾ കളങ്കാവിൻ്റെ പരിപാടി അപ്പുറത്തുണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മൾ ഇതിന് പാട്ട് റിലീസ് പാട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ റിലീസാണ് പടം ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസ്.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റിലെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോ നരേൻ ബ്രോ വന്നിട്ടുണ്ട്, റോസ്മിൻ, ജോണി ചേട്ടൻ, ബോബി ചേട്ടൻ, ജെയ് ചേട്ടൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഓരോരോ വാക്കുകൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളുടെ ടീമിലൂടെ ആഘോഷമായി തന്നെ റിലീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നന്ദി, താങ്ക്സ്. താങ്ക് യു. ആഘോഷം മൂവിയുടെ ആദ്യത്തെ ഗാനം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇതില് 4 ഗാനങ്ങളാണുള്ളത്. ആദ്യത്തെ ഗാനം ക്രിസ്മസ് കരോൾ ആണ് ഇവിടെ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. സ്റ്റീഫന്റെ ഗാനം നമ്മളിവിടെ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നു. അതിലേക്കായി ശ്രീ സ്റ്റീഫൻ ദേവസിയും ഒപ്പം ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ, ഈ മൂവിയുടെ ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും, ഇതിലെ ആക്ടേഴ്സിനെയും എല്ലാവരെയും ഞങ്ങൾ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവരുടെയും പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വരൂ ജോണി ചേട്ടാ, വരൂ. എല്ലാവരെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. ഡോൺ മാക്സ് ഫോർ മ്യൂസിക്, റോജോ തോമസ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരെയും, ഡയറക്ടർ സൈഡ് പ്രൊഡ്യൂസർ എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടെക്നിക്കൽ സൈഡിലും ഈ മൂവിയെ ഇന്നിപ്പോ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച ഇന്നിവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിനകത്തെ ആദ്യത്തെ ഗാനം ക്രിസ്മസ് കരോൾ ഗാനം നമ്മൾ ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്നു. അതിന്റെ ആ ഒരു ഫംഗ്ഷൻ, ഇതിന്റെ ഒരു ശ്രീ ബിബിൻ ജോർജും പിന്നെ ചാവറ കൾച്ചറൽ സെന്ററിന്റെ എല്ലാമായ ഇവിടുത്തെ അച്ഛൻ ഫാദർ അനിലച്ചനെയും ഞങ്ങൾ ഒരുപാട് ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും പ്രസൻസോട് കൂടി ഇവിടെ ആഘോഷം മൂവിയുടെ ഓഡിയോ റിലീസ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നു. ആഘോഷമാക്കാം നമുക്ക് ഈ ഒരു ഓഡിയോ ലോഞ്ച്. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഫാദർ അനിലച്ചനും ബിബിൻ ജോർജും ചേർന്ന് അവിടെ CD റിലീസ് ചെയ്യുകയാണ്. യെസ്, അങ്ങനെ ആഘോഷം മൂവിയുടെ ആദ്യത്തെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ദയവ് ചെയ്ത് സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീ സ്റ്റീഫൻ ദേവസി മ്യൂസിക് ചെയ്ത ഈ ക്രിസ്മസ് കരോൾ നമ്മളെല്ലാവരും കേൾക്കുന്നു. ഇനി മുതൽ ഇത് ലോകം മുഴുവൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിന് പിന്നിൽ ഒരുപാട് സമ്മാനങ്ങളും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇടുമെന്നിക്കൽ ജ്വല്ലറിയുടെ MD ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ആദ്യം നമുക്ക് ഈ പാട്ട് വന്ന വഴിയെ കുറിച്ച്, ഇതിന്റെ ഈണത്തെ കുറിച്ച് സ്റ്റീഫന്റെ അടുത്ത് ചോദിക്കാം. Yes, beautiful song. Yes, on. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എനിക്കൊരു ഗുഡ് മോർണിംഗ് തോന്നുന്നു. ഇപ്പോഴൊന്നും ശരിയായിട്ടില്ല. ഇന്നലെ രാത്രി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഹായ് ആൻറ്റി. എല്ലാവർക്കും ഞാൻ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന നരയൻ, ബോബിച്ചാൻ, ആൻ്റണി ചേട്ടൻ, ചക്കരകളെല്ലാം ഉണ്ട്. വളരെ സന്തോഷം. ഗൗതം, ഓൾ ദ വെരി ബെസ്റ്റ്. ലിസ് ചേച്ചിയാണ് ഒരിടയ്ക്ക് ഒരു പ്രോഗ്രാമിന് കണ്ടതാണ് ദുബായിൽ. അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്. പിന്നെ അമൽ, ജെയ്സ്, അങ്ങനെ നല്ലൊരു ടീം കുമസ്തലിലാണ് അമലിനെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ സിനിമ എനിക്ക് ഇങ്ങനെ വന്നത്. കൊളൈഡ് ചെയ്താണ് ആക്ച്വലി. പക്ഷെ എന്നെ രണ്ട് പാട്ട് പറഞ്ഞു, 2 പാട്ട് ഗൗതമിനും ചെയ്തതെല്ലാം എയറിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ട്യൂണാണോ നമ്മൾ? അല്ല, 3-ാമത്തെ ട്യൂണ്. പിന്നെ എനിക്ക് ശീലമാണല്ലോ എപ്പോഴും, കാരണം മ്യൂസിക് ഡയറക്ടർ എപ്പോഴും ഡയറക്ടറുടെ അതീതമായിട്ടാണ് വർക്ക് ചെയ്യുക. പക്ഷെ എൻ്റെ ചാലഞ്ച് എന്ന് വെച്ചാൽ
ഒരു ദിവസം ഒരു സ്ഥലത്തായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ട്യൂൺ ചെയ്തത് എവിടെയാന്ന് ചോദിച്ചാൽ ഏതോ ഒരു ഹോട്ടൽ മുറിയിലാണ്. അത് ശരിയായില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്യൂൺ പറയുമ്പോൾ വേറെ ഏതെങ്കിലും ലോകത്തിരിക്കുകയോ പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഏനോ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വളരെയധികം ചാലഞ്ച് എടുത്ത് ചെയ്ത ഒരു സിനിമയാണത്. എനിക്ക് സിനിമയിലാണ് ഞാൻ ശരിക്കും തുടങ്ങിയത്. ഞാനൊരു 100-120 പടങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് ഒരു സിനിമ എനിക്ക് മ്യൂസിക് ചെയ്യാൻ അവസരം കിട്ടിയത്. പരസ്യങ്ങളും 10-200 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈവ് പെർഫോമർ ആവുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. അതെൻ്റെ ഒരു ഫോർട്ടേ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ വിദ്യാസാഗറിൻ്റെ കൂടെയും ARൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ വിചാരം ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതാണ്. പക്ഷെ വഴി തെളിഞ്ഞ് വേറെ വന്നു. എനിക്ക് ഒന്നാമത്തെ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ലായിരുന്നു. എന്താണ് അവസരം കിട്ടുന്നത് അവസരം ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ടെലിവിഷൻ ഷോ വന്ന് അത് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു പെർഫോമറായിട്ട് മാറി. അല്ലെങ്കിൽ ഞാനിപ്പോഴും ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ ഇരുന്നൊരു പ്രോഗ്രാമറായിട്ട് ചെയ്യാനായിരുന്നു. കാരണം ആദ്യം ഫീഡിങ് എന്നാണ് അറിയുന്നത്. നിങ്ങൾ അറിയുമെന്നറിയില്ല. ഒരു മ്യൂസിക് ഡയറക്ടർ ഫീഡ് ചെയ്യുന്ന ഒരു 5 പേരെ ഇരുത്തും മുറിയുടെ ഉള്ളിൽ. അങ്ങനെ വന്നിരിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. ആദ്യത്തെ സാമ്പിളർ അടക്കം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെർഫോമറായി മാറിയപ്പോൾ പക്ഷെ ആഗ്രഹം സിനിമ ചെയ്യാനാണ്. പക്ഷെ വഴി തെളിഞ്ഞു പോയത് വേറെ രീതിയിലാണ്. പിന്നെ ചില ഡയറക്ടർമാർ സുഹൃത്തുക്കളാണ്, പേര് പറയുന്നില്ല. അപ്പോൾ നീ എപ്പോഴും ഫുൾ ടൈം നീ പ്ലെയിനിലല്ലേ, നീ ഇങ്ങോട്ട് ഇറങ്ങില്ലല്ലോ, അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ചലഞ്ചാണ് ഓരോ സിനിമ കിട്ടുമ്പോൾ. ഇപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് ആ സമയത്തിനനുസരിച്ചിട്ട്. പക്ഷേ ദൈവം എല്ലാത്തിനും ഒരു വഴി ദൈവം കണ്ടെത്തും. ഈ സിനിമയും 2 പാട്ട് ആണെങ്കിൽ പോലും ഞാൻ മാക്സിമം ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അമലിന് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തില്ല. അത് മതി. കാരണം ഡയറക്ടറെ കൺവിൻസ് ചെയ്യാനാണ് ആദ്യം ചെയ്തത്. പിന്നെ പ്രൊഡ്യൂസറൊക്കെ അതിന്റെ പിന്നിൽ വാല് പിടിച്ച് വരും. കാരണം എന്താ പറയുക, ചില നേരത്ത് ഡയറക്ടറെക്കാട്ടിലും പ്രൊഡ്യൂസർ സംസാരിക്കാൻ തുടങ്ങി. അതെങ്ങനെയാ, ഡയറക്ടറല്ലേ നന്നായിരുന്നു. പിന്നെ ഡയറക്ടർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടൂല. പ്രൊഡ്യൂസർ കൂടെ ഇരിക്കുന്നുണ്ട്, പേയ്മെന്റ് കുറച്ചുകൂടി കിട്ടാട്ടോ, അതുകൊണ്ട് അധികം പറയുന്നില്ല. സോറി. പക്ഷെ ചേച്ചി ഒരു ഫണ്ണാണ്. ചേച്ചിയെ പരിചയപ്പെടുന്നവർക്കൊക്കെ അറിയാം ചേച്ചി എന്താ നല്ല ഫണ്ണാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു അല്ലേ. പിന്നെ ചേച്ചി ഒരു മ്യൂസിക് ഡയറക്ടറാണോ ഓൾറെഡി? പാട്ട് എഴുതാനൊക്കെ ഈ പാട്ട് ചേച്ചി തന്നെ എഴുതി. സന്തോഷേട്ടൻ കണ്ടപ്പോ 2 പാട്ട് സന്തോഷേട്ടൻ എഴുതിയെന്ന് എനിക്ക് തോന്നി. സന്തോഷേട്ടൻ താങ്ക് യു. ബിഗ് ബോസ് എഴുതിയത് അദ്ദേഹമാണ് കേട്ടോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള തീം സോങ് എഴുതിയത് സന്തോഷേട്ടൻ. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ട ട്യൂൺ ചെയ്തത് ആണല്ലോ. അങ്ങനെ ആയിരിക്കണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോ ആഘോഷം ശരിക്കും ആഘോഷം തന്നെയാണ്. സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചേച്ചിയും കണ്ടവരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് കാണണമെന്നുണ്ട്. പിന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. 4 മ്യൂസിക്സ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. 4 മ്യൂസിക്സ് ഉണ്ട് അവിടെ. നമ്മൾ ഫാനാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ അതൊരു വലിയ ടീം വർക്കാണ്. പിന്നെ നാരായൺ അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്ന നാരായണൊക്കെ മുഖം വരുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനമാണ്. നാരായണായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ നമുക്കുണ്ട്. നമ്മുടെ ഇടയിൽ കോമൺ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഈ ഒരു പടം ഗംഭീരമാവട്ടെ. ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല, പൊളിഞ്ഞു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പുറകിൽ എന്തോരം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് അറിയും. എന്തോരം പേരുടെ ഉറക്കളപ്പും അധ്വാനം, എഫേർട്ടും കൺഫ്യൂഷൻസും. കാരണം എന്ന് വെച്ചാൽ ഒരു 10-14 ക്രാഫ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ്, 10-14 ആർട്ടിന്റെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ആർട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഡയറക്ടറിന്റെ ഒരു കഴിവും ബാക്കിയുള്ള ആർട്ട് ഫോംസ് മുഴുവനും പല രീതിയിൽ ആർട്ടാണ്. ചില മേക്കപ്പ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലിറിക്, സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ അപ്പം ഒരു പടം ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പുറകിൽ എന്തോരം വിഷമവും എന്തോരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എന്താ വെച്ചാൽ അതിന്റെ പുറകിലുള്ള പൈസയും എഫേർട്ടുകളും എല്ലാം നമ്മൾ ഓർക്കണം. സോ ഐ വോണ്ട് വിഷ് ആഘോഷം നമ്മൾ ഈ പടം നന്നാവട്ടെ എന്ന് നമുക്കൊക്കെ ഈ അവസരങ്ങൾ കിട്ടട്ടെ. ബോബിച്ചന്റെ ഡേറ്റ് ഒന്നും കിട്ടൂല കേട്ടോ. ഞാൻ ഇപ്പോഴും ബോബിച്ചന്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്താ ചെയ്തതെന്നും ഞാൻ പറയില്ല, പക്ഷെ അന്ന് എനിക്ക് അറിയാം ഇത് താരമാണെന്ന്. പക്ഷെ ബോബിച്ച യു പ്രൂവ്ഡ്. ഗോഡ് ബ്ലെസ് യു, ലവ് യു. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം.
പത്രക്കാരൊക്കെ നന്നായി എഴുതണം കേട്ടോ പ്ലീസ്. താങ്ക് യു. ഞാൻ അധികം പറഞ്ഞ കൊളാക്കണില്ല. താങ്ക് യു സോ മച്ച്. സ്റ്റീഫൻ ജിയുടെ ഒരു ഗാനം കൂടെ നമ്മൾ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് അല്പസമയത്തിന് ശേഷമാണ് നമ്മൾ ആ ഗാനം റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയിൽ സ്റ്റീഫൻ ജിയോടൊപ്പം തന്നെ ഗൗതം വിൻസെന്റും 2 പാട്ടുകൾ ഈണം പകർന്നിട്ടുണ്ട്. ഗൗതമിനെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യെസ്, ഗൗതമിന്റെ 2 ഗാനങ്ങളും ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നില്ല. പകരം ഈ ഡിസംബർ 12 അങ്ങ് ഖത്തറിൽ വെച്ചിട്ടാണ് ആക്സെന്റ് എന്റർടൈൻമെന്റ് ആണ് ആ 2 ഗാനങ്ങളും അവിടെ റിലീസ് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ ഈ ഗാനങ്ങൾ റിലീസ് ചെയ്യാത്തതിൽ ഗൗതമിന് പരിഭവമുണ്ടോ വിഷമമുണ്ടോ എന്ന് ആദ്യം ചോദിക്കട്ടെ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പടത്തിൽ 2 പാട്ടും ചെയ്യാൻ സാധിച്ചതിൽ. അവസരം തന്ന ലിസ്റ്റേജിക്കും പ്രൊഡക്ഷനും അമലേട്ടനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് ആഘോഷം. അതിൽ സ്റ്റീഫൻ ചേട്ടൻ്റെ കൂടെ തന്നെ 2 പാട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റീഫൻ ചേട്ടനോട് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സോ എൻ്റെ 2 പാട്ടുകൾ, ഒരെണ്ണം ലഹരിക്കെതിരെയുള്ളൊരു പാട്ടാണ്, പിന്നെ ഒരു ലവ് സോങ് ആണ്. അത് രണ്ടും ഇന്ന് ഇവിടെ പ്ലേ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സാധിക്കാത്തതുകൊണ്ട് ഖത്തറിൽ ഒരു ഇവന്റിൽ അത് ചെയ്യുന്നുണ്ട്. സോ അന്നും റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഗൗതം. ഞങ്ങൾ ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ ഗൗതമിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഈ പാട്ട് പാടിയത് സൂര്യ ശ്യാം ഗോപാലാണ്. സൂര്യ എവിടെ ഉണ്ടാവും? ഇവിടെ. സൂര്യ നല്ലൊരു ഗായകനാണ്. ലാലേട്ടൻ്റെ വോയിസ് ഒക്കെ അദ്ദേഹമാണ് സാധാരണ റെക്കോർഡ് ചെയ്ത് ട്യൂൺ ചെയ്യുക. അപ്പോൾ സൂര്യ, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. അടുത്ത പാട്ട് എം ജി ശ്രീകുമാരേട്ടനാണ് പാടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നാട്ടുകാരനാണ് കേട്ടോ, ഷാജു ശ്രീധർ. ഷാജുവേട്ടൻ ഞാനും ഒരു 25 വർഷം മുമ്പ് ഒരു മാസത്തെ ട്രിപ്പിന് പോയി കോട്ടയം നസീറും ഷാജുവേട്ടനും കൂടെ എന്നെ പെരുക്കി എടുത്തിട്ടുണ്ട്. അത് ബാക്കി പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു. ഇനി ഈ ഒരു പാട്ട് നമ്മൾക്ക് സമ്മാനിച്ചതിന്റെ പിന്നിൽ വലിയ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. മറ്റാരുമല്ല, ഇടിമണിക്കൽ ജ്വല്ലറിയാണ് ഈ ഒരു ക്രിസ്മസ് കരോൾ ഗാനം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സണ്ണി ഇടിമണിക്കൽ, അദ്ദേഹത്തെയും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ ഒരു ഗാനം ഇന്ന് നമ്മളെ ഇപ്പൊ ആദ്യം കേൾപ്പിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഇന്ന് മുതൽ ഈ ഗാനം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും എല്ലാം വരുമ്പോൾ ആ ഗാനം വെറുതെ കേൾക്കുക മാത്രമല്ല, ആ ഗാനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തേടി എത്തുന്നത് ഒരുപാട് സമ്മാനങ്ങളാണ്. ആ കോൺടെസ്റ്റിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കും. ശ്രീ സണ്ണി ഇടിമണിക്കൽ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ. നമ്മുടെ ജയ്സനച്ചൻ്റെ ആ ഊത്ത് ഒരു 1.5 ഊത്തായിരുന്നു അല്ലേ. അത് തീർച്ചയായിട്ടും ഇതൊരു ആഘോഷത്തിന്റെ ഫീല് നമുക്കിതിന് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പം സ്റ്റീഫൻ ദിവസം പറഞ്ഞതുപോലെ എല്ലാ സിനിമയുടെയും പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. എന്തിനാണ് ഇത് സിനിമ? നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം ആഘോഷമാക്കാം എന്നാണ് ഇതിൻ്റെ പിന്നിൽ. എല്ലാ സിനിമയുടെയും ഒരു തീം എനിക്ക് എപ്പോഴും തോന്നുന്നത് എങ്ങനെ നമ്മുടെ ലൈഫ് ഇന്നലെക്കാട്ടിലും എങ്ങനെ ഒരു സെലിബ്രേഷൻ ആക്കാം എന്നുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ആഘോഷം സിനിമ, ഞാനും അതിൻ്റെ സ്റ്റോറി കേട്ടിരുന്നു, അത് സക്സസ് ആവും, ഉറപ്പാകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ പ്രാവശ്യത്തെ കരോള് മിക്കവാറും നമ്മുടെ ഈ പാട്ടായിരിക്കും എല്ലാവരും പാടാൻ വേണ്ടി. അത് റീൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ല സമ്മാനം കൊടുക്കണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ സിനിമ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പാട്ട് ഒരു തരംഗമായി മാറണം. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണം. ഇടിമണ്ണിക്കൽ ഗോൾഡൻ ടൈംസിന്റെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവർക്കും സമ്മാനം വാരിക്കോരി കൊടുക്കാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഇനി ഈ സിനിമയിൽ നമ്മളെ പണ്ടൊക്കെ കുറച്ച് നാളുകളായി ഇദ്ദേഹത്തിനെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് ഇപ്പോൾ ചെന്നൈയിൽ അങ്ങ് നിന്ന കുറെ തമിഴ് സിനിമകളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. എക്കോ എന്ന സിനിമയിലൂടെ വളരെ ആക്റ്റീവായിട്ട് മലയാള സിനിമയിലേക്ക് ഇനി ഞാൻ മലയാള സിനിമയിലുണ്ട്, മലയാള സിനിമയിൽ കണ്ടെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് വരാൻ താമസം വരെ മാറി. ഇനി നമുക്ക് ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല മൂവീസ് കാണാം.
ശ്രീ നരേൻ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ആഘോഷ മൂവിയില് ഇതിന്റെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് നരേനാണ്. നരേൻ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിലൂടെ നമ്മുടെ ഒക്കെ മനസ്സ് പിടിച്ചു പറ്റിയതാണ്. വീണ്ടും ഈ ആഘോഷം എന്ന് പറയുന്നതും ഒരു ക്യാമ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയിലൂടെയാണ് ഈ ചിത്രം പോകുന്നത്. അതുകൊണ്ടാണോ നരേൻ വീണ്ടും ഇതിലേക്ക് തന്നെ ഈ ഒരു പടം സെലക്ട് ചെയ്തത്? പറയാം. യെസ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ പറഞ്ഞതുപോലെ പേഴ്സണലി എക്കോ സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു പുതിയ ആഘോഷം നമ്മൾ ഇവിടെ മ്യൂസിക് ലോഞ്ചിലൂടെ തുടങ്ങുന്നു. വെരി ഹാപ്പി ടു ബി ഹിയർ. പ്രിയ സുഹൃത്തും നടനുമായ ജെയ്സ് ജോസ് വഴിയാണ് ഞാൻ ഇതിൻ്റെ സംവിധായകൻ അമൽ കെ ജോബിനെ പരിചയപ്പെടുന്നത്. അവരുടെ എൻ്റെ പ്രീവിയസ് ഫിലിം ഗുമസ്തനിൽ ഞാനൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് എന്നത് വി ഡിഡ് ആഘോഷം ടുഗെദർ. ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് ലിസി ചേച്ചിയാണ്. CN ഗ്ലോബൽ മൂവീസ് ചേച്ചി പറഞ്ഞതുപോലെ ദർ ആർ ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ദേവസി ചേട്ടനുണ്ട്, പ്രിൻസ് ചേട്ടനുണ്ട്. ലിസി ചേച്ചി നമ്മൾ ഈ വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയില്ലേ, വരും കാലത്ത് എല്ലാവർക്കും മാതൃകയായിട്ട് എടുക്കാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും തീർച്ചയായിട്ടും ലിസി ചേച്ചി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറും ക്രിയേറ്റീവ് പവറും ഉള്ള ഒരു ലേഡി. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് യുവർ ഫിലിം ലിസി ചേച്ചി. പിന്നെ ഈ സിനിമ നമ്മൾ ചില സിനിമകൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചില സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ മനോഹരമായ ഓർമ്മകൾ വരാറുണ്ട്. അങ്ങനെ നല്ല ഓർമ്മകളും അല്ലാത്ത ഓർമ്മകളും ഉള്ള പല സിനിമകളുണ്ട്. തീർച്ചയായിട്ടും ആഘോഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വളരെയധികം എത്രയോ നല്ല ദിവസങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു സിനിമയാണ് ആഘോഷം. ആൻഡ് വി നോ ദാറ്റ് ഇൻ ദിസ് ഷോർട്ട് ലൈഫ് ഇറ്റ്സ് ഓൾവേസ് ദോസ് ഗുഡ് മെമ്മറീസ് ദാറ്റ് കൗണ്ട്സ്. ഇതിൽ നിന്നും ലഭിച്ച സൗഹൃദങ്ങൾ, മൈ ഫ്രണ്ട് ബോബി, ഐ എം സോ ഹാപ്പി ടു ഹവ് മെറ്റ് യു. പിന്നെ എടുത്തു പറയാമെങ്കിൽ കുറേ പേരുണ്ട്. സോ ജോണി ചേട്ടനായിട്ട് ചെലവഴിച്ച സമയങ്ങൾ, ഷാജു ചേട്ടൻ, മക്ബൂൽ സൽമാൻ, റോസ്മിൻ ആൻഡ് എത്രയോ പേരുണ്ട് ഇതിൽ. സുമേഷ്, ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നറിയില്ല. സോ ഇതിൽ ആക്ച്വലി ഈ ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ആയിരുന്നു ഈ 45-55 ദിവസങ്ങൾ ഞങ്ങൾ പാലക്കാടിൽ ഷൂട്ട് ചെയ്ത ആ ദിനങ്ങൾ, ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ. പിന്നെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് CN ഗ്ലോബൽ മൂവീസ് ഇങ്ങനൊരു കഥ തിരഞ്ഞെടുത്തത്. സോ അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആൻഡ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. ഇപ്പോൾ സ്റ്റീഫൻ പറഞ്ഞതുപോലെ എത്രയോ ആർട്ട് ഫോംസിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഒരു സിനിമ. ആൻഡ് ബൈ ദ വേ സ്റ്റീഫൻ ബൈ, ഒരു സിനിമ കിട്ടി, അടുത്ത സിനിമയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യു ആർ സോ ബിസി മാൻ. അപ്പോൾ ഇത്രയും ഷോസും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ മിസ് യു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇൻ ഫിലിംസ്. ആക്ച്വലി ഞാൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ മലയാളത്തിൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ദർ ഇസ് എൻ ഓറ ബിഹൈൻഡ് സ്റ്റീഫൻ ദേവസി. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് അസോസിയേറ്റഡ് വിത്ത് യു ഇൻ ദിസ് ഫിലിം. സന്തോഷം. ആൻഡ് ഓൾസോ ഗൗതമിന് ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ആൻഡ് താങ്ക് യു ഫോർ മ്യൂസിക് ഫോർ ദിസ്. സോ ഹാപ്പി ടു ബി ഹിയർ. ഇനി സിനിമയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ റിലീസിന് ശേഷം നമുക്കതൊരു വലിയൊരു ആഘോഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആക്ച്വലി ക്യാമ്പസിലൊക്കെ കയറി ക്യാമ്പസ് പശ്ചാത്തലമാണത്. തീർച്ചയായിട്ടും സ്റ്റോറിയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആണല്ലേ, ചേച്ചി പറഞ്ഞു കേട്ടോ, അദ്ദേഹം പ്രായമായെന്ന് സമ്മതിക്കോ ഇല്ല, ക്യാമ്പസ് വിടുവോ ഇല്ലെന്ന്. ചേച്ചിയുടെ വാക്കുകൾ പൊന്നാവട്ടെ. യെസ്. അപ്പോൾ എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ഞങ്ങൾ സിനിമ കണ്ടു തന്നെ നോക്കാം. താങ്ക് യു. ഇനി സ്നേഹത്തോടെ ജോണി ചേട്ടാ, ശ്രീ ജോണി ആന്റണി, ജോണി ചേട്ടൻ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സ്റ്റേജിലേക്ക്. ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത് നമ്മളെ കുടുകിട ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോ നമ്മളെ
അഭിനയിച്ച് അദ്ദേഹത്തിന്റെ അഭിനയത്തിലൂടെ നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള മികവേറിയ അഭിനയമാണ് ജോണി ചേട്ടനിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ജോണി ചേട്ടൻ സ്വർഗം എന്ന CN ഗ്ലോബൽ മൂവിയുടെ ആദ്യത്തെ സിനിമയിലും ഉണ്ടായിരുന്നു, അവരുടെ രണ്ടാമത്തെ ചിത്രത്തിലും ജോണി ചേട്ടനുണ്ട്. യെസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ CN ഗ്ലോബലിൻ്റെ ആദ്യത്തെ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ചേച്ചിക്കൊപ്പം 10-15 പ്രവാസി സഹോദരങ്ങൾ അവരധ്വാനിച്ച് അവർ കൂട്ടിയ പണമാണ് സ്വർഗത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതിനും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ പ്രിൻസ് സാർ ഉണ്ടായിരുന്ന കുറേ ആളുകൾ, നല്ല കലാസ്നേഹികൾ ഇതിലൂടെ മുതൽ മുടക്കാനുണ്ടായിരുന്നു. എങ്കിലും സിനിമയ്ക്ക് റിസ്ക് ഉണ്ട്, അറിയാമല്ലോ. പക്ഷേ എങ്ങനെയെങ്കിലും അത് എത്രത്തോളം ആളുകളെ കാണിച്ച് തിരിച്ചു പിടിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ചേച്ചിയുടെ ഒരു ലീഡർഷിപ്പ് എപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സ്വർഗം എന്ന് പറഞ്ഞ സിനിമ തൊടുപുഴ പാല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകാർക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഒരു വലിയ ഹിറ്റ് സിനിമയുടെ ഷെയറാണ് ആ തിയേറ്ററുകളിലൊക്കെ വന്നത്, ഈ പള്ളിക്കത്തോട് പോലുള്ള ഏരിയയിൽ. കാരണം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മൂല്യം പറയുന്ന സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെല്ലാം പള്ളി ചർച്ചുകാരും എല്ലാം കണ്ടു. അപ്പോൾ സ്വർഗത്തിന് ശേഷം ഇപ്പോൾ ആഘോഷം ഇതൊരു സ്വർഗീയ ആഘോഷമായി മാറ്റണം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നടക്കും. കാരണം ചേച്ചിയും ആളുകൾ അതുപോലെ വില്ലിങ് ആണ്. നമ്മളെല്ലാവരുടെയും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഡയറക്ടറെ കുറിച്ചൊരു വാക്ക്. ഞാൻ ഈ സിനിമയിൽ 3 ദിവസം അഭിനയിച്ചത്. എനിക്ക് 3 ദിവസം, 5 ദിവസം, 6 ദിവസം അഭിനയിക്കുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം ഒരുപാട് എന്ന് പറഞ്ഞൊന്നും മുരയ്യാൻ വേണ്ട, ഉള്ളത് അഭിനയിച്ചുള്ള കാശും പിടിച്ചോണ്ട് സ്ഥലം വിടുകയും ചെയ്യാം. കാര്യം യൂണിയൻ വന്ന് ഒരു തകർത്തിട്ട് പോയി കേട്ടോ. അത് 2 ദിവസം കപ്പം. കാരണം കുറച്ചും ആൾക്കാർക്ക് മടുക്കില്ല. കുറെ കഴിയുമ്പോൾ ഇയാൾ പോയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പക്ഷേ എനിക്ക് ഇതിൻ്റെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞത് ഇത്രയും പക്വതയും ക്ഷമയുമുള്ള ഒരു സംവിധായകൻ. ചേച്ചിക്ക് പറ്റിയ ആളാണ്. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാൽ ചേച്ചി എനിക്ക് തോന്നില്ല നാളെ മണ്ഡലം സാർ പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞാലും ചേച്ചിയില്ല, എനിക്കെല്ലാം ചെറുക്കനുണ്ടെന്ന് പറയും. അവർ നമ്മളെ കൈവെള്ളയെ വെച്ചാണ് ആ ഡയറക്ടർ നമ്മളെ ആർട്ടിസ്റ്റുകളെ എപ്പോഴും അവർക്ക് ലിബർട്ടി ഉണ്ട്, അവരെ നല്ലപോലെ കെയർ ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ സംവിധായകനോടായതുകൊണ്ട് എന്നെയൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ അഭിനയിച്ചത്. അഭിനയിച്ച് കഴിഞ്ഞ് എനിക്ക് കട്ട് ചെയ്ത് ഞാൻ ഡബ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതിന് കാരണം അമലിൻ്റെ പെരുമാറ്റമാണ്. അപ്പോൾ അമൽ ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. കാരണം ഈ സ്വഭാവം ഇനി അമൽ വലിയ വലിയ താരങ്ങളെ വെച്ച് വലിയ വലിയ എഴുത്തുകാരുടെ വലിയ വലിയ ബാനറുകളിൽ അവന് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ മ്യൂസിക് ഡയറക്ടർ 2 പേര്, സ്റ്റീവൻ ദേവസി, അതുപോലെ തന്നെ നമ്മുടെ ഗൗതം. അല്ല ഇവര് ഞാൻ പറയും ഒരാൾ പുതിയ ഒരാളാണ്, ഒരാളെ ലോകം മുഴുവൻ അറിയാവുന്നതാണ്. എപ്പോഴും എനിക്കൊരു മജീഷ്യനായിട്ട് തന്നെ തോന്നിയിട്ടുള്ള ഒരാളാണ് സ്റ്റീഫൻ ദേവസ്. ഈയൊരു ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് ഞാനും അറിയാതെ ആടിപ്പോയി. ഇപ്പം ചിലരോട് ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കഴിക്കാതെ നമുക്ക് കഴിച്ച ഒരു ഫീൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് സ്റ്റീഫൻ ദേവസ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. ആഘോഷം വലിയൊരു വിജയമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ആഘോഷം വലിയൊരു ആഘോഷമാവട്ടെ, വിജയമാവട്ടെ. ഏതാനും വാക്കുകൾക്കായി ശ്രീ ജെയ്സ് ജോസ് സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചുപേരെ നമ്മൾ ഇപ്പൊ വിളിക്കുന്നു. ഇനി ഇപ്പൊ തന്നെ നമ്മൾ രണ്ടാമത്തെ ഗാനവും കൂടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ബാക്കി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ആദ്യം സിനിമ ഇത്ര ആഗ്രഹിച്ച് അതിൽ അവസരങ്ങൾ തേടി നടന്നുകൊണ്ടിരുന്നു. കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഒരു മുഖ്യ കഥാപാത്രമായ ഒരു സിനിമ ചെയ്യണമെന്ന് എല്ലാവരെ പോലെ എനിക്കും ഒരു ആഗ്രഹം വല്ലാതെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നെ സഹായിച്ച ആളാണ് നമ്മുടെ അമൽ കെ ജോബി. അദ്ദേഹത്തിന് ഞാൻ എതിരെ എന്ന് പറയുന്ന പടത്തിൽ വെച്ചാൽ ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത്. അവിടെ നിന്ന് കിട്ടിയ സൗഹൃദമാണ്. ഞാനിങ്ങനെ ആഗ്രഹം അവനോട് പറഞ്ഞു, ഞാനിങ്ങനെ കഥ കേട്ടു, ചേട്ടൻ നീ ഒന്ന് ഡയറക്റ്റ് ചെയ്യുമോ, കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ
എന്നെപ്പോലെ ഒരാളെ ലീഡ് വെച്ച് ഒരു പടം ചെയ്യാൻ അവൻ സമ്മതിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ മുഖം വെച്ച് പോസ്റ്റർ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ മറ്റൊരാൾ വേണം. അങ്ങനെ ഞാൻ ബിബിനെ പോയി ബിബിനോട് പറഞ്ഞു, ബിബിനെ ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനൊരു പരിപാടിയുണ്ട്, നീ എന്നെ പടത്തിൽ ചെയ്യും. അവനൊന്നും പറഞ്ഞില്ല, കഥ പോലും കേൾക്കാതെ അന്ന് സമ്മതിച്ച അല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവാൻ കാരണക്കാരനായ ആളാണ് ബിബിൻ. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ അബ്ദുള്ള എന്നെ പോലെ ഒരാളെ വെച്ച് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുസാഫിർ അബ്ദുള്ള റെഡിയായി. അങ്ങനെ കിട്ടിയ സൗഹൃദത്തിൽ ഞങ്ങൾ ഗുമസ്തൻ ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ പോയി OTT പ്ലാറ്റ്ഫോമിലും സാറ്റലൈറ്റ് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റി. വീണ്ടും നമ്മളൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്കര സ്റ്റീഫൻ ദേവസി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ലിസി ചേച്ചിയെ പരിചയപ്പെടുത്തി തരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മാണിക്യമാണ് ഞങ്ങളുടെ ലിസി ചേച്ചി. നേരത്തെ ജോണിച്ചേട്ടനും സ്റ്റീഫനൊക്കെ പറഞ്ഞ പോലെ ഒരു അയൺ ലേഡിയാണ്. ചേച്ചിയാവും ചില സമയത്ത്, ചിലപ്പോൾ ടീച്ചറാവും, ചിലപ്പോൾ അമ്മയാവും, ചിലപ്പോൾ ഭയങ്കര ക്രൂരമായ മുഖം നമുക്ക് കാണാൻ പറ്റും ചേച്ചിയുടെ. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ചേച്ചി കണ്ടു. ഞങ്ങൾ ആദ്യം കഥ സംസാരിച്ചു. നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, ചേച്ചി കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ചേച്ചിയാണ് ഇങ്ങനെ പുറത്ത് വിദേശത്തൊക്കെ ഇങ്ങനെ പള്ളിയിൽ അച്ഛന്മാരെ പഠിപ്പിക്കുകയും ക്ലാസ്സൊക്കെ ചെയ്യുന്ന ആളാണ്, അപ്പൊ എന്ത് കഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ചേച്ചി ഞങ്ങളെ ഞെട്ടിച്ചു കഥ കേട്ടിട്ട്. ഈ കഥയില്ല, വേറെ കുറെ കഥകളുണ്ട് ചേച്ചിയുടെ കാര്യം. ചേച്ചിക്ക് ഒരു 10-20 സിനിമ ചെയ്യാനുള്ള കഥകളുമായിട്ടാണ് ചേച്ചി എഴുതി നടക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മറ്റൊരു മുത്തായ ദേവസ്വേട്ടനെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ കഥയുടെ ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ദേവസ്വേട്ടനും ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ താമസിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ നേരം വെളുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ എത്ര നേരമെങ്കിലും 10 മിനിറ്റ് കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ വെളുപ്പിന് 6 മണിയായപ്പോൾ പുറത്തു പോകുന്നില്ലെങ്കിലും പാന്റും ഷർട്ടും ഇട്ട് ഇൻ ചെയ്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത് ഞാൻ അങ്ങനെയാണ്. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആണ് പുള്ളി. ഞങ്ങളത് പുറത്തിറങ്ങുന്നില്ല, പക്ഷെ പുള്ളി പാന്റും ഷർട്ടൊക്കെ ഇൻ ചെയ്താണ് ഉള്ളിലിരിക്കുന്നത്. ഓരോ കാര്യത്തിനും കൃത്യമായ ചിട്ടയുള്ള കണക്കുള്ള തീരുമാനങ്ങളുള്ള വലിയ ചിന്തകളുള്ള ഒരു മനുഷ്യനാണ് ദേവസ്വേട്ടൻ. പിന്നെ അവിടുന്ന് പ്രിൻസ് ചേട്ടൻ, ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ്, ബാക്കി എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ആ സിനിമയുടെ സ്വപ്നവും ഇവിടം വരെ എത്തി, ഇന്ന് ഓഡിയോ ലോഞ്ചിൽ നിൽക്കുന്നു. എല്ലാത്തിനും ദൈവത്തോടും കൂടെ നിന്ന് എല്ലാവരോടും നന്ദി. താങ്ക് യു. ക്ഷമിക്കണം, ഞാൻ ഇടിമണിക്കൽ സണ്ണിച്ചേട്ടനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വല്ലപ്പോഴും ആടക്കത്ത് ഞാൻ അരിമേടിച്ചു പോകുന്ന പുള്ളിക്കാരനാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല, ഇടിമണിക്കലാണ് കല്യാണം. ജോണി ചേട്ടാ, നമ്മളിപ്പോ അടുത്ത പാട്ടും കൂടെ റിലീസ് ചെയ്യാണ്. ആണോ? ഓക്കെ. അപ്പോ നമുക്കിനി അടുത്ത വാക്കുകളായിട്ട് ശ്രീ ബോബി കുര്യൻ താങ്കളുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. ഇതിനു ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ സിനിമയിൽ, ആഘോഷം സിനിമയിലെ 2ാമത്തെ ഗാനം നമ്മൾ ഇവിടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ആഘോഷം മൂവിയിലെ ഈ ഒരു യാത്രയെ കുറിച്ച് ശ്രീ ബോബി കുര്യൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഈ ആഘോഷം സിനിമയുടെ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും നന്ദി പറയുന്നു, എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിച്ചതിന്. ഞാൻ ഈ സിനിമയിൽ വരാൻ ഇടയായത് ജെയ്സ് വഴിയാണ്. ഞാൻ സുമതി വളവിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ലണ്ടനിൽ പോയിരുന്ന സമയത്താണ് ജെയ്സ് എന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നീ വന്നിട്ട് കഥയൊന്ന് കേൾക്കണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കേൾക്കാം. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന ദിവസം, അന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ അമലുമായിട്ടും ജെയ്സ് ടൈറ്റിൽസും എല്ലായിട്ട് ഇരിക്കുന്നു, കഥ കേൾക്കുന്നതും ഞാൻ ഓക്കെ പറയുന്നതും. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു നരനും വന്ന് ജോയിൻ ചെയ്തു. ഞങ്ങൾ എല്ലാവരോടെയാണ് കഥ കേട്ടത്. അവിടെ തന്നെ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു. എനിവേ ഒരുപാട് സന്തോഷം. നല്ല ഒരു ത്രെഡുള്ള ഒരു സിനിമയാണ്. അമൽ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അജു, കുട്ടേട്ടൻ, അങ്ങനെ കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയെ ഒരു ഗംഭീര വിജയമാക്കുക. അതുപോലെ ഞാൻ സ്റ്റീഫനെ പരിചയപ്പെടുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലൊരു ഷോയിലായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് എനിക്ക് കമ്പനിക്ക് കൂടാനിടയുണ്ടായി. ഞങ്ങൾക്ക് വി സ്പെൻഡ് ആൻ ഈവനിങ് ടുഗദർ. പിന്നെ പല സ്ഥലത്ത് വെച്ചും കാണാനിടയുണ്ടായി. ഒരിക്കലും ഞാൻ സ്റ്റീഫനും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നമ്മൾ വരും. ഞാനൊരു നടനായിട്ട് മലയാള സിനിമയുടെ ഒരു ഭാഗമായിട്ട് സ്റ്റീഫന്റെ മുന്നിൽ വരുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. എനിവേ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.
താങ്ക് യു. താങ്ക് യു. ഇനി ഈ ആഘോഷം എന്ന സിനിമയിലെ 4 ഗാനങ്ങളില് ഇതിനെല്ലാം വരികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശ്രീ BK ഹരിനാരായണനും അതേപോലെ തന്നെ ശ്രീ സന്തോഷ് വർമ്മയുമാണ്. നമുക്ക് രണ്ടാമത്തെ ഗാനം റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ സന്തോഷിന്റെ വാക്കുകളിലേക്ക് പോവാം. ശ്രീ സന്തോഷ് വർമ്മ. ലിസി ചേച്ചി ഇതിനകത്ത് ആദ്യത്തെ പാട്ട് ലിസി ചേച്ചി വരികൾ എഴുതിയിരുന്നു. ബാക്കി എല്ലാ ഗാനങ്ങളും സന്തോഷേട്ടന്റെയും ശ്രീ BK ഹരിനാരായണനും ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ബാക്കിയുള്ള ഗാനങ്ങൾക്കുള്ള വരികൾ കൊടുത്തിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ നിശ്ചയിച്ച ചിത്രത്തിലും പാട്ടെഴുതാനുള്ള അവസരം ഉണ്ടായി. ഈ പടത്തിലും അങ്ങനെ ഒരു പാട്ട് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന അടുത്ത പാട്ട് അതല്ല, സ്റ്റീഫന്റെ സംഗീതത്തിൽ നല്ലൊരു പാട്ട് എഴുതാൻ, ഒരു ക്യാമ്പസ് സോങ് എഴുതാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷമുണ്ട്. ഇപ്പം സ്റ്റീഫൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോഴും നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള വർക്കുകൾ അതായിരിക്കുമല്ലേ കൂടുതൽ, അല്ലേ, ആൾക്കാർ കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ആദ്യത്തെ റിലീസ് സിനിമയുടെ ഇപ്പോൾ സ്റ്റീഫൻ പറഞ്ഞ ആ ഒരു കാലം, അതായത് അലക്സ് പോളിയേട്ടൻ സംഗീതം ചെയ്യുന്ന ചതിക്കാത്ത ചന്തുവിൻ്റെ പ്രോഗ്രാമർ, അല്ലേ, എൻ്റെ പാട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സ്റ്റീഫനാണ്. അതൊരു വളരെ ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് പേര് എൻ്റെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരെ മുമ്പിലേക്കെടുത്ത് നാസർ ലത്തീഫ് സാറ്, വളരെ സന്തോഷം. അദ്ദേഹം എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർമാരിലൊരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഗാനങ്ങൾ എഴുതി വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സീരിയലിന് വേണ്ടിയിട്ട് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ജോണി ചേട്ടൻ പോയി. ജോണി ചേട്ടൻ്റെ മിക്കവാറും പടങ്ങളിലൊക്കെ, അതായത് എന്താ പറയുക, തുറപ്പുകുല, പിന്നെ ഊരും പേരും പറയാതെ, അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ എനിക്ക് എഴുതാനുള്ള അവസരം ജോണി ചേട്ടൻ തന്നിട്ടുണ്ട്. അങ്ങനെ വളരെയധികം അടുപ്പമുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ചിത്രമാണ് ഇത്. അമ്പലിൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചേച്ചി വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ്. എപ്പോഴും വിളിക്കുകയും എപ്പോഴും എന്താ പറയുക, സ്വന്തം ചേച്ചിയെ പോലെ എന്നും ഒരുമിച്ച് ഞങ്ങൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരിലേക്കും ഒരു ആഘോഷമായി തന്നെ കടന്നു ചെല്ലട്ടെ, കടന്നു വരട്ടെ. ഇതിലെ പാട്ടുകളും ഇതിലെ എല്ലാം കഥയും, അല്ലെങ്കിൽ അത് മലയാളികൾക്ക് മുഴുവൻ ആസ്വാദ്യമാകുന്ന വിധത്തിൽ അത് ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സന്തോഷ് ചേട്ടാ. ഇനി നമുക്ക് രണ്ടാമത്തെ ഗാനം ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്നു, നമുക്കത് കാണാം. നാമെല്ലാം ഇവിടത്തെ സ്വർഗത്തിൽ തന്നെ, ചെങ്ങാതി ഇവിടെന്നും ആഘോഷം തന്നെ. നാമെല്ലാം ഇവിടത്തെ സ്വർഗത്തിൽ തന്നെ, ചെങ്ങാതി ഇവിടെന്നും ആഘോഷം തന്നെ. കൂടെ കൊണ്ടുവരാൻ കാത്തിരിക്കും കരളുകൾ, കൂടെ ചെന്നിരിക്കാൻ പച്ചമലത്താലുകൾ. ഓരോ നൊമ്പരവും പൊയ്മറയും ഇതിലെ നടന്ന പാട്ടും കളിതിരിയും മധുരവുമുണ്ട്, കൂടെ കുസൃതികളും കലഹവും. ഈണം പകർന്ന് ശ്രീ MG ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ആഘോഷം സിനിമയിൽ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യാൻ ചെയ്യുന്ന 2 ഗാനങ്ങളും ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് തന്നെയാണ് ഈ ഗാനങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിലും റിലീസ് ചെയ്യുന്നത്. യൂട്യൂബിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് ഇതിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ്. എന്നാൽ ശ്രീ ജോബി ജോർജ് അദ്ദേഹം ഇന്ന് എത്താമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അല്പം വൈകുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ് നമ്മുടെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏതാനും വാക്കുകളിലേക്ക് പോകാം. ശ്രീ ഷാജു ശ്രീധർ, ഷാജുട്ടാ പോച്ചേട്ടൻ പോവാണോ? ഇപ്പൊ വരും. ഈ ഒരു സിനിമയുടെ ആഘോഷ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ച ശ്രീ ഷാജു ശ്രീധർ, എന്താണ് ചേട്ടൻ പറയാനുള്ളത്? പേര് പോലെ തന്നെ ആഘോഷമായിരുന്നു. ഷൂട്ടിങ്ങിന് പുറത്തും വലിയ സന്തോഷം. ഞങ്ങളൊരു കൊച്ചു സിനിമ ഗുമസ്തൻ എന്ന സിനിമയിലാണ് ജെയ്സിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ചേരുന്നത്. അമലും ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും റെസ്റ്റ് ഇല്ലാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും
ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ബഡ്ജറ്റിൽ തീർത്തൊരു സിനിമയാണ്. ഭക്ഷണം കഴിച്ച് നമ്മൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയാൽ അതിനകത്തൂടെ കോസ്റ്റ്യൂമർ ഷർട്ട് കയറ്റിയിടും. അത്രയും തിരക്കുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒട്ടും നല്ല പട്ടിപ്പണിയായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു. ഒരുപാട് പേര് ആ സിനിമയെക്കുറിച്ച് പറയുകയും അമലിനെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ഒരു സമയം. കാരണം അത്രയും ഒരു ആർട്ടിസ്റ്റിന്റെ എങ്ങനെ എനിക്ക് ഏറ്റവും നല്ല വേഷമായിരുന്നു എനിക്ക് കിട്ടിയത്. ജെയ്സിനും എനിക്ക് തോന്നുന്ന ഏറ്റവും കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ്. അപ്പോഴൊക്കെ പറയുമായിരുന്നു അടുത്ത സിനിമ ആഘോഷമാക്കാം, ക്ഷമിക്കും, അടുത്ത സിനിമ ആഘോഷമാക്കാം. അങ്ങനെയാണ് അടുത്ത സിനിമയുടെ ആഘോഷം എന്ന് പറയുന്ന ഈ സിനിമയിൽ ഞങ്ങൾ ഒത്തുകൂടുന്നത്. ഇത് ശരിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു. ഇവിടുന്ന് ഒരുപാട് സൗഹൃദങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അതിനൊക്കെ ഞാൻ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അടുത്ത് ചെയ്യുന്ന ബോബി മിക്കവരായിട്ടും ഒരുപാട് പേരായിട്ടും കിട്ടി. ഏറ്റവും അടുത്ത എനിക്ക് പ്രിയപ്പെട്ട ചേച്ചി എല്ലാം ഈ ലൊക്കേഷൻ ഒരുപാട് പേര്. എനിക്കോടെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർമാര് ലൊക്കേഷൻ ഉണ്ടായിരുന്നതും ഇവിടെ തന്നെയായിരുന്നു. ദേവസ്യാനും ചേച്ചി പ്രിൻസച്ചാനും തുടങ്ങിയിട്ട് ഒരുപാട് പേര്. അപ്പൊ നമ്മളെല്ലാവരും ആരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് അറിയില്ല, അത്രയും പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്, വലിയ കാര്യമാണ്. പിന്നെ മദ്യലഹരിക്കെതിരെ ഞാൻ, ജെയ്സ്, ബോബി ഈ ഒരു കൂട്ടായ്മയെ തെരഞ്ഞെടുത്തതിന് തന്നെ ആദ്യം അമലിന് നന്ദി പറയുന്നു. ഞങ്ങൾ അടിച്ചുപൊളിയുടെ ഗംഭീരമായിട്ട് ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന രീതിയിൽ സ്റ്റീഫനെ കുറിച്ച് ഓർക്കാനുള്ള കാരണം പറഞ്ഞപ്പോ സ്റ്റീഫൻ എനിക്ക് തോന്നുന്നു ആ തുടക്ക കാലഘട്ടങ്ങളിലാണ് തോന്നുന്നു അമേരിക്കയിൽ വെച്ചൊരു ഷോയ്ക്ക് അല്ലേ. അപ്പൊ സ്റ്റീഫൻ ഒരുപാട് കീബോർഡുകളൊക്കെ വെച്ചുകൊണ്ട് സ്റ്റീഫന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ കീബോർഡിലെല്ലാം വെച്ചിട്ട് ഒരു ചെറിയ ലൈറ്റ് വന്ന് താഴെ നീയുമ്പോ സ്റ്റീഫനെ കുറിച്ച് അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും പിയാനോയിൽ ബിരുദം എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പില്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ മ്യൂസിക് അങ്ങ് പ്ലേ ചെയ്യുകയാണ്. അപ്പൊ സ്റ്റീഫൻ ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സ്റ്റീഫൻ ഒരു ചെറിയ പ്രസംഗം ജെറോട്ടൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ആ കീബോർഡ് വായിച്ചാൽ മതി, സംസാരിക്കരുത്. അന്ന് എന്റെ മുറിയിലായിരുന്നു. അന്ന് മുറിയിൽ സ്റ്റീഫൻ ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും സെറ്റായി കഴിഞ്ഞ സമയത്ത് കോട്ടയം നസീറിന് ചിക്കൻ ബോക്സ്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന മിക്കവരും ആ റൂമിന്റെ പരിസരത്ത് വരുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റായി. അങ്ങനെ ഷോയുടെ ഓർമ്മയാണ് സ്റ്റീഫനായിട്ട്. വിരലുകളിൽ ഈ പറഞ്ഞ പോലെ മാന്ത്രിക വിരലുമായിട്ട് നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യൻ മ്യൂസീഷ്യൻസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സ്റ്റീഫന്റെ മ്യൂസിക്കിൽ പിറന്ന 2 ഗാനങ്ങൾ, അതേപോലെ തന്നെ ഗവൺമെന്റ് ഗാനങ്ങൾ ഇനിയിപ്പോ ഖത്തറിലാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും വലിയ സന്തോഷം. ഏറ്റവും വലിയ ആഘോഷമാവേണ്ടത് സിനിമ ഓടുമ്പോഴാണ്. അപ്പോഴാണ് പ്രൊഡ്യൂസർമാർക്ക് ആഘോഷമാകുന്നത്. അപ്പൊ അത് സംഭവിക്കട്ടെ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരുടെയും കൂട്ടായ്മയും ഒത്തുചേർന്ന് ഒരു നല്ല സിനിമ ജനിക്കട്ടെ, എല്ലാവരും ഈ സിനിമ ആഘോഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഏതാനും എല്ലാവരും ചെറിയ വാക്കുകൾ പറഞ്ഞ് ഏതാനും കുറച്ച് സമയം കൂടിയേ നമ്മുടെ ഈ ചടങ്ങുള്ളൂ. ഈ ഒരു ചടങ്ങ് ഇപ്പൊ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അത് കഴിയുമ്പോൾ എല്ലാവർക്കും നമ്മളവിടെ ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും കഴിച്ച് ഫോട്ടോ സെഷനും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവുള്ളൂ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് ശ്രീ ബിപിൻ ജോർജ്, ബിപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഏതാനും വാക്കുകളായിട്ട് 1-2 പേരും കൂടിയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യും. അതിനുശേഷം എല്ലാവർക്കും നമ്മളിവിടെ ഒരു ചെറിയ ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അധികം സംസാരിക്കരുതല്ലേ, ചേച്ചിയാണ് അതിന് പിന്നിൽ. നമസ്കാരം, വളരെ സന്തോഷം. വളരെ വളരെ സന്തോഷത്തിലാണ്. ഈ ഫംഗ്ഷന് വരാനുള്ള ഒരു പ്രധാന കാരണം അത് അമലേട്ടൻ തന്നെയാണ്. അമലേട്ടനും ജയ്സേട്ടനൊക്കെ എപ്പോഴും പറയും, ഗുമസ്തൻ എന്തോ ഞാൻ അവർക്ക് വേണ്ടി ഭയങ്കര ഫേവർ ചെയ്ത സിനിമയാണ്. ശരിക്കും എനിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക നല്ലൊരു കഥാപാത്രം കിട്ടിയ, ഞാൻ വെടിക്കെട്ടിന് ശേഷം കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത് ഇനി സിനിമ എങ്ങനെയാണ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള ആലോചനയിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഗുമസ്തൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. സത്യമാണ്, ആദ്യമായിട്ട് കഥയൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ജയ്സേട്ടൻ പറഞ്ഞു ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് ആകെ 5-6 ദിവസം എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. ഈ അമലേട്ടൻ
ഈ സ്നേഹം ഉണ്ടല്ലോ, ഇത് ഉരുട്ടി നന്നായിട്ട് തന്നിട്ട് ഒരു 10-15 അല്ലേ 10-15 ആണെന്ന് അറിയില്ല, ഷൂട്ട് തീരുന്ന വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്നേഹം ഇപ്പോഴും ചേട്ടൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും തന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആഘോഷം സിനിമ അത് എൻ്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു, എല്ലാവിധ ആശംസകളും നേർന്നു. ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ, വലിയൊരു ആഘോഷമായിട്ട് മാറാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി പവി കെയർ ടേക്കറിലൂടെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നെത്തിയ നമ്മുടെ ബ്യൂട്ടിഫുൾ ലേഡി റോസ്മിൻ, ആഘോഷം സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് ഈ സുന്ദരിയാണ്. റോസ്മിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പവി കെയർ ടേക്കർ ദിലീപേട്ടന്റെ സിനിമയിലൂടെയാണ് റോസ്മിൻ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നെത്തിയത്. ഇത് റോസ്മിന്റെ രണ്ടാമത്തെ ചിത്രമാണ്. യെസ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ അധികമായിട്ടൊന്നും പറയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇവിടുന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് നിർത്താം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് അമലേട്ട ഫോർ ചൂസിങ് മീ ആൻഡ് ട്രസ്റ്റിംഗ് മീ. കാരണം ഈ സിനിമയിലേക്ക് ഏറ്റവും അവസാനമായിട്ട് വന്ന ആൾ ഞാനായിരിക്കും. ഇന്ന് സ്റ്റോറി കേട്ട് നാളെ സിനിമേൻ്റെ പൂജ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം കണ്ട ആൾക്കാരൊക്കെ അത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകേണ്ടത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം ആ പേടിയെല്ലാം മാറി. കാരണം അവർ എൻ്റെ അടുത്ത് കാണിച്ചൊരു കെയർ, ഇപ്പം ലിസി മാം ആണെങ്കിലും പ്രൊഡ്യൂസർ ടീമാണെങ്കിലും ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ, നരനേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബോബി ചേട്ടൻ, പിന്നെ സാജു ചേട്ടൻ, ജെയ്സ് ചേട്ടൻ, ഒരുപാട് പേരുണ്ട് പറയാൻ. പിന്നെ സോ താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ സോ പ്രൗഡ്. ഞാനും ഇപ്പോഴാണ് ഈ 2 സോങ് കണ്ടത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സോങ്ങിൻ്റെ ഫാനാണ്, പക്ഷെ അതിൻ്റെ ക്രിയേറ്റർ കാണാൻ പറ്റിയത് ഇന്നാണ്. സ്റ്റീഫൻ സർ താങ്ക് യു സോ മച്ച്, ആൻഡ് ഗൗതം സർ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു മൈ പാരൻസ്, ഫാമിലി. താങ്ക് യു. താങ്ക് യു റോസ്മിൻ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ റോണി, അദ്ദേഹത്തെ ഞങ്ങൾ ആശംസകൾക്കായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു വേദിയിലേക്ക്. ഒരുപാട് നല്ല സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യുകയും, അതായത് കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഡോക്ടർ റോണി. ഒരുപാട് സിനിമകളിലൂടെ അഭിനയത്തിലൂടെയൊക്കെ യെസ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവരും വളരെ പരിചയമുള്ള ഡോക്ടർ റോണി. യെസ്, പറയൂ. എല്ലാവർക്കും നമസ്കാരം. മുമ്പിലിരിക്കുന്ന എൻ്റെ സീനിയേഴ്സായ നാസർക്ക, പ്രസാദേട്ടൻ, നരേൻ, ജെയ്സ്, ഒരുപാട് പേരുണ്ട്. ഞാൻ UK എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ഓൺലൈൻ മീഡിയ പ്രൊമോഷൻ കേട്ടിരിക്കുന്ന സമയത്ത് ഒരു ചുരിദാറിൻ്റെ ലേഡി ഒരു സൈഡിൽ മാറി നിന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പടത്തിലുണ്ട് കേട്ടോ. ഇവരാരാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ദൂരെ മനസ്സിലായില്ലല്ലോ എന്നെ അല്ലേ? നമ്മുടെ പടത്തിലുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി 2 ഇഞ്ച് പൊക്കമുള്ള മൂപ്പിന് സൈഡിൽ നിൽക്കുന്നത് ആരാന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ വീണ്ടും നമുക്കറിയില്ലല്ലോ അവരാണല്ലോ. അപ്പൊ പുള്ളിക്കടുത്ത് എന്നെ നോക്കി പറഞ്ഞു, നമ്മുടെ പടത്തിൽ ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്, മറക്കരുത്, വന്നോണം ഡോക്ടർ റോണി. പ്രൊഡ്യൂസർ ആയിരിക്കും, അല്ലാതെ നമ്മുടെ തങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ പടമായിരുന്നു ആഘോഷം. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ മക്ബൂലുണ്ടോ ഇവിടെ? മക്ബൂലുണ്ടോ? അപ്പൊ മക്ബൂല് എനിക്ക് വെച്ചിട്ടുള്ള വേഷം തകർത്തഭിനയിച്ചു എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ഫീൽഡ് ഔട്ട് ആവരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊന്ന്. പിന്നെ മറ്റേ എനിക്ക് പെട്ടെന്ന് നമ്പർ 20 മദ്രാസ് മെയിലേ ഈ ജഗദീശന്റെ ഇൻട്രോയുടെ സമയത്ത് മറ്റേ ഇന്നസെന്റേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്. അന്ന് ഇവിടുന്ന് ഇന്നടത്തുനിന്ന് ഒരു പുതിയ GTR കയറും, മറ്റേ പട്ടര. എന്നിട്ട് ജഗദീശേട്ടൻ പറഞ്ഞ സമയത്ത് പറയും മറ്റേ അല്ല പട്ട പോലെ. അതുപോലെ ഈ പുരോഹിതൻ എങ്ങനെയാണ്, ഈ ജയ്സ് എങ്ങനെയാണ് ഈ പുരോഹിത വേഷം കിട്ടിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും കത്തോലിക്ക സഭയിലുള്ളവരും ബാക്കിയുള്ള ക്രിസ്ത്യാനികളും ഈ ഒരു കാര്യം ക്ഷമിക്കുമെന്ന് ഞാൻ എന്നത്തേക്കുമായി പ്രതീക്ഷിക്കുന്നു. പിന്നെ ഷാജോട്ടൻ ഇവിടുന്ന് പറഞ്ഞു ഈ കൈ ഇങ്ങോട്ട് നീട്ടുമ്പോൾ കോസ്റ്റ്യൂം ഇടുകയാണെന്നുള്ളത്. രാത്രി കാലങ്ങളിൽ ഈ കൈ ഇങ്ങോട്ട് നീട്ടുമ്പോൾ വലത്തും ഇടത്തും ഗ്ലാസുകൾ കയറുകയായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ കോസ്റ്റ്യൂം കയറിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോ കാലത്ത് പട്ടിമണി ചെയ്താലും രാത്രി ആഘോഷമായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. സെറ്റിൽ ആഘോഷമല്ലാതെ വേറെ പല ആഘോഷങ്ങളും. എനിവേ മിസ് ചെയ്തു. ബോബി ഇവിടെ ഉണ്ടോ? ബോബിയോടെ പോയോ? ബോബിയുള്ള സെറ്റുകളെല്ലാം എനിക്ക് മിസ്സാവുന്നുണ്ട്. എന്തായാലും അടുത്ത സമയത്ത് തന്നെ ഈ ടീമിനോടൊപ്പം ഒരു അടിപൊളി പടം ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അമലിന്റെ ആദ്യ സിനിമ എതിരെ അതിനിപ്പോൾ അടുത്ത് തന്നെ റിലീസാവും.
അപ്പോൾ ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സിൽ പലർക്കും ഞാനിത് പറഞ്ഞതിന് വിവാദമാവുമെന്ന് അറിയില്ല, ഒരു 100 ക്യാമറയുണ്ട്, ഈശ്വര പറയണ്ട. അപ്പോൾ വളരെയധികം എഡിറ്റിംഗ് സെൻസ്, നമ്മളിപ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പല ഡയറക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു, അല്ലെങ്കിൽ പലരും നമുക്ക് ആദ്യം കിട്ടത്തില്ല. ഭയങ്കര എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അമലിനെ തോന്നാറുണ്ട്. അത് നമ്മുടെ സോങ്ങിലായിക്കോട്ടെ, സീൻസിലായിക്കോട്ടെ. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, മറ്റേ ഗുംസൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അമലും പ്രത്യേകിച്ച് ജെയ്സ് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. ജെയ്സ് എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എങ്ങനെയാണോ സിനിമ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ അത്രയും എഫേർട്ട് എടുത്താണ് ജെയ്സ് ആ സിനിമ ചെയ്തത്. അപ്പൊ ഇത് വീണ്ടും അമലും ജെയ്സും അതുപോലെ തന്നെ നല്ലൊരു മറ്റേ എസ്പെഷ്യലി ടൈറ്റസ് ഒക്കെ അമൽ ദേവ് അവൻ്റെ ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗംഭീര ഒരു ടീമാണ് അവര്. അപ്പൊ ഈ ടീമിനോടൊപ്പം എനിക്ക് ഒരു പടം മിസ്സായി, പക്ഷെ ഇനി മിസ്സാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അമലിനെ കുറിച്ച് വേറെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പലർക്കും നമ്മളിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ പാരന്റ്സ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അമലിന്റെ, ഞാൻ പലപ്പോഴും കുറെ വർഷങ്ങളായിട്ട് അമലിനെ നിരന്തരമായിട്ട് വിളിക്കുമ്പോൾ അമലിന്റെ അപ്പൻ പലപ്പോഴും ആശുപത്രിയിലാണ്, അമലിന്റെ ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ പലപ്പോഴും ഈ പല നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, കുറച്ച് മുമ്പ് ജനറേഷൻ അല്ലെങ്കിൽ പ്രസന്റിലൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോൾ ഈ അപ്പൻ അല്ലെങ്കിൽ അമ്മ ആശുപത്രി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവും. ചേട്ടാ ഒരു പണി കിട്ടിയേട്ടാ, അപ്പൻ ആശുപത്രിയിലാണ്, അമ്മ ആശുപത്രിയിലാണ്, ഫണ്ട് റെഡിയായിട്ടില്ല. എപ്പോ വിളിക്കുമ്പോഴും എത്രയോ കാലങ്ങളുണ്ട്, ഡയാലിസിസ് അതിന്റെ നോർമേഷൻ ഡയാലിസിസ് ആയിരുന്നു. എപ്പോഴും പ്ലസന്റ് ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട് അപ്പനെ കുറിച്ച് പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വളരെ എപ്പോഴും ഞാൻ എത്രയോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് അമലിനെ വിളിക്കുമ്പോൾ അമലിന്റെ പ്ലസന്റ് ആയിട്ടാണ് അപ്പനെ കുറിച്ച് സംസാരിക്കാറ്. അപ്പൊ അതിന്റെ അനുഗ്രഹം എന്നും അമലിനോടൊപ്പം ഉണ്ടാവും. ഈ സിനിമ എന്നല്ല എല്ലാ സിനിമയിലും അമലിനോടൊപ്പം ഉണ്ടാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു അപ്പൻ്റെ കാര്യം ഒരു ഇമോഷണൽ ഡ്രൈവിൽ ഞാൻ പണ്ടെന്നല്ല കണ്ണസ്കോട്ട് ഇറങ്ങിയ സമയത്താണ് അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അമലിന് അനുഗ്രഹം എന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആഘോഷം ടീമിലെ എല്ലാ പേർക്കും, പ്രത്യേകിച്ച് എൻ്റെ പുരോഹിതൻ ജെയ്സിനും ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ലിസി ചേച്ചിയുടെ അടുത്ത് തരാം കേട്ടോ. അപ്പൊ അടുത്ത പടത്തിൽ കാണാൻ ചേച്ചി. അപ്പൊ സന്തോഷം, ഓൾ ദിവസം പോയി. താങ്ക് യു. ശ്രീ നാസർ ലത്തീഫ്, ശ്രീ മക്ബൂൽ, ശ്രീ കൈലാഷ്, 3 പേരെയും ഒരുമിച്ച് ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏതാനും വാക്കുകൾക്കായി. കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ ആശംസകൾ പറയാനുണ്ട്. അവരെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അവരെ പ്രതിനിധീകരിച്ച് ഇവര് 3 പേരും ഇന്നിപ്പോൾ ഇവിടെ വേദിയിലേക്ക് എത്തി സംസാരിക്കുന്നു. ശ്രീ കൈലാഷ്. എല്ലാവരെയും പ്രതിനിധീകരിച്ച് നിങ്ങൾ 3 പേര് ഒരുമിച്ച് പറയാനാണോ? അത് ലിസ്റ്റ് ചേച്ചിയാണ് തീരുമാനിക്കേണ്ടത്. Anyway, giving me an opportunity to speak. Thank you so much. ഞാൻ പറയുമ്പോൾ ഇവിടെ ആദ്യം എനിക്ക് പറയാനുള്ളത് അമൽ കെ ജോബിയെ കുറിച്ചാണ്. ഒരു ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു വിഷമം, ഫോൺ എടുക്കാത്ത ഒരു മനുഷ്യനാണ്. അത് ഇവിടെ എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഫോൺ ഒരിക്കലും എടുക്കില്ല. മെനയാന്നാണ് കുറെ നാളിന് ശേഷം എന്നെ വിളിക്കുന്ന നാസറിക്ക ആഘോഷത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളിയെടുത്ത് ഇന്ന് കാക്ക മലന്ന് പറക്കും. എനിവേ, അമലും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സിനിമ ഒരുമിച്ച് നിർമ്മിച്ചു, ബ്രൂട്ടൽ. അതിൻ്റെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സിനിമയായിട്ടാണ് ആ സിനിമ വന്നേക്കുന്നത്. അമൽ ഈ പറയുന്ന പോലെ നല്ലൊരു ഡെഡിക്കേറ്റഡ് യങ് മാനാണ്, എല്ലാ കഴിവുകളും ഉള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും അമലിന് ഒരു നല്ല ഭാവി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയും എനിക്കുണ്ട്. അമലിനോടൊപ്പം ഉള്ള അമലിന്റെ ടീം, സ്പെഷ്യലി എടുത്ത് പറയുക അമൽ ദേവ്, അതുപോലെ ടൈറ്റസ്, ഇവരൊക്കെ ഒരു നല്ലൊരു യങ് ടീമാണ്. ഇവരോടൊപ്പം ഞാൻ ഒരു 16 ദിവസത്തോളം ബ്രൂട്ടൽ എന്ന സിനിമയിൽ വർക്ക് ചെയ്തു. നല്ലൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വേണം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ആഘോഷത്തിനകത്തും ഞാൻ നരേന്റെ അച്ഛന്റെ കഥാപാത്രം ചെയ്തേക്കുന്നത്. എനിവേ, പിന്നെ ഇവിടെ എനിക്ക് എടുത്തു പറയാൻ വളരെ ഒരു ആളെ കുറിച്ച് പറയണമെങ്കിൽ സന്തോഷ്. 20 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വീണ്ടും ഓർത്തിരുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. കാര്യം സിനിമയ്ക്കകത്ത് അങ്ങനെ ആരും ഓർക്കാറില്ല. അന്നുള്ള കാര്യങ്ങളാണ്, പഴയ കാര്യങ്ങളൊക്കെ ആരും ഓർത്തിരിക്കാറില്ല. എനിവേ, അങ്ങനെ ഓർത്തിരുന്ന നല്ലൊരു മനസ്സിന് ഉടമയായ ആ ചെറുപ്പക്കാരന് ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിന്റെ
എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത എൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വൻ വിജയമായി മാറും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത ആളിലേക്ക് മൈക്ക്. അതിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. KL07DE5915 ഇവിടെയുള്ള ആരുടെ കാറാണ്? അതൊന്ന് മാറ്റി അവിടുന്ന് മാറ്റണമെന്ന് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. KL07DE5915 ഇവിടെയുള്ള ആരുടെയെങ്കിലും കാറാണെങ്കിൽ ഒന്ന് ചെന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ, യെസ്, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം പേര് പോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ഒരു ആഘോഷമായിരുന്ന സിനിമയാണ്. ഇതില് എൻ്റെ അടുത്ത് അമ്മനെ വിളിച്ചു പറഞ്ഞത്, ഗുമസ്തം കഴിഞ്ഞിട്ടൊരു ഗംഭീര വേഷമുണ്ട്, ഇത് എഴുതി പകുതി ആയപ്പോൾ മുതൽ മക്ബൂലിൻ്റെ മുഖമാണ്, മക്ബൂൽ തന്നെ ചെയ്യണം, മക്ബൂൽ ചെയ്താലേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനും ഭയങ്കര സന്തോഷത്തോടെ ലൊക്കേഷനിലെത്തി, അഭിനയിച്ച് പടം ഡബ് ചെയ്തു. ഇന്ന് മിനിഞ്ഞാന്ന് തുടങ്ങി നമ്മുടെ പ്രൊമോഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ റോണി ചേട്ടനെ കാണുന്നത്. റോണി ചേട്ടൻ്റെ അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞത്. പടം എഴുതി തുടങ്ങിയപ്പോൾ മുതൽ റോണി ചേട്ടൻ്റെ മനസ്സിൽ റോണി ചേട്ടൻ ചെയ്താലേ നന്നാവുള്ളൂ. റോണി ചേട്ടനും ആരൊക്കെ നമ്മളൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ വന്നത് പിന്നെയാണ് അറിഞ്ഞത്. ഞാൻ അവിടുത്തെ കുമസ്തല്ല എൻ്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണ്. എന്തായാലും ഒരുപാട് നന്ദി റോണി ചേട്ടന് ഈ സിനിമ എനിക്ക് നൽകിയതിന്. റോണി ചേട്ടൻ കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനായിട്ട് എന്നെ ചിന്തിച്ചതിന് അമലിന് ഒരുപാട് നന്ദി. അമലിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അമലിപ്പോൾ നേരത്തെ പറഞ്ഞു ഭയങ്കര എഡിറ്റിംഗ് സെൻസ് ഉള്ള ആളാണ്, ഭയങ്കര ടോൺ സെൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ അസോസിയേറ്റിൻ്റെ പേര് അമൽ എന്നാണ്. ബോവിച്ചനും നരേന്ദ്രയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് എവിടെ ഡയറക്ടറോടെ എന്ന് ചോദിക്കുമ്പോൾ അമലിന് ആ ടോൺ മനസ്സിലാവും, ദേഷ്യപ്പെടാനാണ്. അപ്പോൾ തന്നെ അസോസിയേറ്റ് അമലിൻ്റെ അടുത്ത് പറയും, അമലെ വിളിക്കുന്നു, അമലെവിടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നല്ലത് പറയാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അമൽ അടച്ചിരുന്നു. പിന്നെ അമല് നമ്മള് പറയാറില്ലേ, അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിനെ വെച്ച് പരീക്ഷിച്ചു, CB മലയിലെ അരയട്ടനെ വെച്ച് പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ അമല് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജെയ്സ് ജോസ് പള്ളിപ്പറ. ജെയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തേച്ചു മിനിക്കൽ ഇനിയും മിനുങ്ങും എന്ന ആത്മവിശ്വാസത്തോടെ അമലിന്റെ ഓരോ ഡേറ്റും കൊടുത്തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ജയസേട്ടനായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് അദ്ദേഹം ചെയ്യുന്നത്. നമ്മള് ലോഹയൊക്കെ ഇട്ട് വരുമ്പോ ഇയാളോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരാളാണ്. ഇവിടെ ആരും പരാമർശിച്ച് കേൾക്കാത്തൊരു പേരാണ് ടൈറ്റസിന്റെ പേര്. ടൈറ്റസ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ, ഈ നിമിഷം വരെ അത്യാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. ടൈറ്റസും ബാങ്കുകാരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ പേയ്മെന്റ് ചോദിക്കുന്നിടത്തൊക്കെ സമയത്തൊക്കെ ബാങ്ക് അവധിയായിരിക്കും. അത് മിനിഞ്ഞാന്ന് വരെ ബാങ്ക് അവധി അങ്ങനെ കേട്ടു. ടൈറ്റസ് പേയ്മെന്റ് വന്നിട്ടില്ല, ഇന്ന് ബാങ്ക് അവധിയല്ലേ, ബുധനാഴ്ചയോ, ചിലർക്ക് ബുധനാഴ്ച അവധിയാണ്, ചില ബാങ്കുകൾ അവധിയാന്ന്. അങ്ങനെയാണ് ടൈറ്റസ്. പിന്നെ അമല്, പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് മാളുവിന് പ്രൂവ് ചെയ്യണം മാളു ലൊക്കേഷനിലുണ്ടെന്ന്. അതിന് മാള് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ലിസ്റ്റേജിന് അതൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വർക്കില്ലെങ്കിൽ ലിസ്റ്റേജിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കും. അപ്പൊ ലിസ്റ്റേജിക്ക് മനസ്സിലാവും, ഓ മാളു ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് മാള് റൂമിലോട്ട് പോകും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത് ബോവിച്ചനും നരേന്ദ്രനും കൂടെയാണ്. കാരണം ഇവരുടെ രണ്ടുപേരും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. രണ്ടുപേരും ഭയങ്കര വൈബുള്ള ആളുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആഘോഷത്തിനൊരു ലാഗ് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. നിങ്ങൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച്. തെറ്റുകുറ്റങ്ങളൊക്കെ സഹിച്ച് സപ്പോർട്ട് ചെയ്തതിന്. ലിസ്റ്റേജ് താങ്ക് യു സോ മച്ച് ഈ സിനിമ എനിക്ക് തന്നതിന്. റോണി ചേട്ടാ, അമൽ സാർ, താങ്ക് യു സോ മച്ച്.
അപ്പോൾ എല്ലാവരും ആഘോഷം തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഇതിൽ അഭിനയിച്ച കോളേജ് ക്യാമ്പസിൽ അഭിനയിച്ച ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. എല്ലാവർക്കും നല്ലതാവട്ടെ ആഘോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഘോഷം. താങ്ക് യു. ഓവർ ടു കൈലാഷ്. എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായ കുറേ സംസാരങ്ങൾക്കിടയിലാണ് ഞാനും കയറി വന്നപ്പോൾ മുതൽ ചിരിച്ചിരിച്ച് വരികയുണ്ടായി. അമലിനെ കുറിച്ച് എല്ലാവരും അതിഗംഭീരമായി സംസാരിക്കുകയാണ്. അമലിനെ 2010-11 സമയത്ത് കഥ പറയാൻ വരുന്ന ഒരു അമലിനെയാണ് എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ അമൽ പറയുന്നതൊക്കെ പലപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ എനിക്ക് മനസ്സിലായി പലതും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. കാരണം മെക്ബൂലിൻ്റെ വളരെ ഇമോഷണലായ ഒരു സ്പീച്ച് നമ്മൾ കേട്ടു. അത് റോണിയെ ബേസ് ചെയ്ത് തുടങ്ങിയ ഒരു സ്പീച്ചാണ്. കാരണം റോണിയുടെ ഒരു ചെറിയ തീരുമാനപ്രകാരം അത് മെക്ബൂലിന് കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എതിരി എന്ന് പറയുന്നൊരു സിനിമയിൽ റോണിക്കൊരു ഗംഭീര വേഷം കൊടുത്തു എന്ന് പറയുകയുണ്ടായി. സത്യത്തിൽ അത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിട്ടതാ. എന്നോട് ഇത് തന്നെയാണ് അന്ന് എതിരേൽ പറഞ്ഞത്. എഴുതിയ സമയം മുതൽ പേപ്പർ എടുത്തപ്പോൾ മുതൽ എന്താണെന്നറിയില്ല, നിന്റെ മുഖം ഓർമ്മ വന്നിട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിരുന്നു, ആ വേഷത്തിന് വേണ്ടി. അങ്ങനെ പറഞ്ഞ സമയത്ത് നടക്കാതിരുന്നിട്ട് കാത്തിരുന്ന് വേറൊരു സിനിമ ശരിയായപ്പോൾ അമലിൻ്റെ ഫോൺ വന്നു, അങ്ങനെ വരണം, സ്കൂള് ഷൂട്ട് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഈ സിനിമയായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന്. ഈ ഇതിലൊക്കെയാണ് എന്നോട് സംസാരിച്ചത്. അന്ന് ഞാൻ വിശ്വസിച്ചിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരുന്നു റോണിയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ സത്യം ഇയാള് ഫുള്ള് റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നത്. നമ്മൾ പല സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർ കൂടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് സിനിമ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിയ കുറച്ച് ആൾക്കാരാണ് ആഘോഷത്തിനൊപ്പം ഉള്ളത്. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമ, ബാങ്കിങ് അവേഴ്സ് എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ട് വർഷങ്ങളോളം വളരെ കാത്തിരുന്നൊരു അമലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അയൽക്കാരനായിട്ട് അമൽ ഒരുപാട് ദിവസം താമസിക്കുകയും അടുത്ത സിനിമ എന്താണെന്നറിയാതെ വർഷങ്ങളോളം എന്താ പറയുക കുറേ പേപ്പറുകൾ കൊണ്ടൊക്കെ ഇരുന്ന സമയം എനിക്കറിയാം. അതിനുശേഷം ഗുമസ്തൻ പോലൊരു സിനിമയുമായിട്ട് വരുന്ന അമലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആഘോഷം പോലൊരു അതിഗംഭീരമായ ഒരു ആഘോഷിക്കാൻ പറ്റുന്നൊരു സിനിമ. ആ യാത്ര കൂടെ നിന്ന് കാണാൻ പറ്റുന്നു. എതിരെ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയിലും അദ്ദേഹം എനിക്കൊരു വേഷം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എതിരെ അത് മിസ്സായി പോയെങ്കിലും ആഘോഷത്തിലും എനിക്കൊരു വേഷം തന്നതിൽ സന്തോഷം. അപ്പം ക്രിസ്മസ് ആണ്, ഡിസംബറാണ്, ആഘോഷിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടും ഈ സിനിമ മലയാളികളും എല്ലാ സിനിമാ പ്രേക്ഷകരും ആഘോഷിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് പാട്ട് കണ്ടിട്ട് ഭയങ്കര രസമുണ്ട്. ഏറ്റവും സന്തോഷം വന്നോ, ഞാൻ നിർത്താൻ പോവാം. ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ചക്കര സ്റ്റീഫനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തെന്നുള്ളതിൽ ആസ് എ ഗുഡ് ഫ്രണ്ട് ഐ എം പ്രൗഡ് ഓഫ് യു. പിന്നെ ബോബിച്ചാൻ്റെ അതിഗംഭീര പ്രകടനം കാണാൻ നമ്മൾ കാത്തിരിക്കുന്നു. രഞ്ജേട്ടൻ്റെയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജെയ്സിൻ്റെ. എൻ്റെ ഇടയ്ക്ക് ആ ജെയ്സിനെ കുറിച്ച് കുറച്ച് അപവാദങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞാലും ഇങ്ങനെ ഓൺലൈൻ മീഡിയ ഒക്കെ ഉള്ളപ്പോൾ പറയാൻ പാടില്ല. ഞാൻ അറിഞ്ഞത് ഈ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മീശ എടുക്കുകയും ഈ നമ്മുടെ അച്ചപ്പട്ടം കുപ്പായം ഇട്ടതിന് ശേഷം അദ്ദേഹം ഗ്ലാസ് ഉപയോഗിക്കുന്നത് കണ്ണിലേക്ക് വേണ്ടി മാത്രമാണെന്നാണ്. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറയുന്നത്. ഗ്ലാസ് ഇപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ ഞാൻ കണ്ടിരുന്നു. അത് എപ്പോഴാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു, അല്ലെന്ന് പറയില്ലേ. അപ്പം ഈ സിനിമയ്ക്ക് ശേഷം ഉള്ള അഭിനയിക്കുന്നതിനും ഒപ്പം സ്വഭാവത്തിലും വ്യത്യസ്തമായ ഒരു ജെയ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സിനിമയുടെ ഭാഗമായി ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ വാക്കുകളാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല, എന്നാൽ പോലും ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് സെന്തിൽ. ശ്രീ സെന്തിലിനെ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു എഫേർട്ട് എടുത്ത് ഇവിടെ എത്തുകയും ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ വരികയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും സമയം നമ്മൾ കേട്ടത് എല്ലാവരും ആഘോഷം സിനിമയുടെ ഭാഗമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിന്നവരാണ്. യെസ് സെന്തിൽ. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോഴേ ഞാൻ പിടിച്ചു കയറി ചാൻസ് ചോദിക്കാറുണ്ട്.
ഈ സിനിമയുടെ ഇതിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ അമൽ ബ്രോ അദ്ദേഹത്തിന്റെ ഒരു വർക്കിൽ എന്നെ വിളിച്ചിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അത് ബ്രൂട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ അതിന്റെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് മക്ബൂലിനോട് പറഞ്ഞതുപോലെയാണ്, ഇത് താങ്കൾ ചെയ്താലേ നന്നായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇവർ പറഞ്ഞപ്പോഴാണ് അതിന്റെ കുട്ടൻസ് എനിക്ക് ഇവിടെ കിട്ടിയത്. എന്തായാലും ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഇവിടുത്തെ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിശാല മനസ്കതയുള്ള ഒരാളാണ് പ്രൊഡ്യൂസർ എന്നാണ്. അപ്പൊ ഈ സിനിമയിൽ ഇല്ലാതിരുന്നിട്ടും ഇതിന്റെ ഫംഗ്ഷന് വന്ന ആൾക്കാർക്കൊക്കെ അടുത്ത സിനിമയിൽ ചാൻസ് കൊടുക്കുന്ന ഒരു മഹാമനസ്കതയുള്ള ഒരാളാണ് ഈ പ്രൊഡ്യൂസർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ. എന്തായാലും ആഘോഷം ഒരു വലിയ ആഘോഷമായി മാറട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ല പാട്ടുകളായിരുന്നു. താങ്ക് യു. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഈ ആഘോഷം എന്ന സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ ഏബൽസ് ഗാർഡൻ അതിന്റെ ഫൗണ്ടർ ശ്രീ ജോസ് മോൻ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതാണ് ഏബൽസ് ഗാർഡൻ. വലിയൊരു സപ്പോർട്ടായിരുന്നു ഏബൽസ് ഗാർഡനിൽ നിന്നും ഈ ആഘോഷം ടീമിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ശ്രീ ജോസ് മോൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏബൽസ് ഗാർഡൻ ഫൗണ്ടർ ശ്രീ ജോസ് മോൻ. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. മലയാള സിനിമയുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട്. പക്ഷേ ഇതിൽ അഭിനയിച്ചവരോ ഇത് സംവിധാനം ചെയ്തവരോ ഒന്നും ഒരുപക്ഷെ എന്നെ അറിയില്ലായിരിക്കും. കാരണം എനിക്ക് 54 വയസ്സായി. സ്വന്തമായിട്ട് തിയേറ്ററിൽ പോകാൻ തുടങ്ങി അന്ന് തൊട്ട് എല്ലാ മലയാള സിനിമയും റിലീസിംഗ് ഡേറ്റിൽ തന്നെ കണ്ട് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതാണ് മലയാള സിനിമയായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ബന്ധം. ഇന്ന് ആഘോഷം വേദിയിൽ ഞാൻ നിൽക്കുന്നത് 2 ബന്ധത്തിൻ്റെ പേരിലാണ്. ഒന്ന്, ആഘോഷം വിദേശ മലയാളികളുടെ ഒരു കൂട്ടായ്മയുടെ സംരംഭമാണെങ്കിൽ ഏബൽസ് ഗാർഡൻ എന്ന റിട്ടയർമെന്റ് ഹോം കേരളത്തിൽ ആദ്യമായിട്ട് ഇക്കിഗായി ഇൻസ്പയർഡ് ആയിട്ട് 5 സ്റ്റാർ സ്റ്റാൻഡേർഡിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏബൽസ് ഗാർഡൻ റിട്ടയർമെന്റ് ഹോം വിദേശ മലയാളികളുടെ ഒരു സംരംഭമാണ്. ഞാൻ 20 വർഷമായിട്ട് അയർലൻഡിൽ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ അയർലൻഡിലും അമേരിക്കയിലും ഓസ്ട്രിയയിലും ഒക്കെയുള്ള ഏതാനും പേര് കൂടി തൊടുപുഴയിൽ ആരംഭിക്കുന്ന ഒരു 5 സ്റ്റാർ റിട്ടയർമെന്റ് ഹോമാണ് ഏബൽസ് ഗാർഡൻ. ആ ഏബൽസ് ഗാർഡന് തൊടുപുഴയിൽ എന്ന് പറയുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളെല്ലാവരും സംസാരിച്ച അമൽ കെ ജോയ്, ഈ സിനിമയുടെ സംവിധായകൻ, അതുപോലെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏകദേശം 90% ആളുകളും തൊടുപുഴക്കാരാണ്. അമൽ കെ ജോയി തൊടുപുഴക്കാര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തോമസ് കുട്ടിയാണ്. കാരണം അമലിന്റെ ഫാമിലി എല്ലാം ആയിട്ട് ഞങ്ങൾക്ക് വളരെ വലിയ ബന്ധമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അമലിന്റെ പേരൻസ് ഞങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ തോമസ് കുട്ടിയാണ്. അപ്പോൾ തോമസ് കുട്ടിയെ കുറിച്ച് ഇത്ര നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ലിസ് ചേച്ചി തൊടുപുഴയാണ്, അതിന്റെ പ്രൊഡ്യൂസർ ആനി ചേച്ചി വന്നു. അദ്ദേഹം അങ്ങനെ തൊടുപുഴയായിട്ടുള്ള ഒരു ബന്ധം ആഘോഷത്തിനുണ്ട്. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വലിയ ഭാവുകങ്ങൾ നേരുന്നു. ആഘോഷ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഈ ഒരു CN ഗ്ലോബൽ മൂവീസിന്റെ ഫസ്റ്റ് മൂവിയായ സ്വർഗം, അതേപോലെ രണ്ടാമത്തെ മൂവി ആഘോഷം, ഈ 2 മൂവിയുടെയും ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് തന്നെയാണ്. വള്ളുവനാടൻ ശ്രീ അദ്ദേഹത്തിന്റെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ പ്രദീപ് മേനൻ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പ്രദീപ് മേനൻ. ഇതുകൂടെ കഴിഞ്ഞ് എല്ലാവരും വേദിയിലേക്ക് ക്ഷണിച്ച് നമ്മളൊരു ഫോട്ടോ സെഷൻ ഉണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഒരു ഹാപ്പി യെസ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രജനീകാന്തിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴും സ്വർഗം എന്നുള്ളൊരു ചെറിയ പടം വന്ന സമയത്ത് ചേച്ചിയുടെ കൂടെ സഹകരിക്കാൻ പറ്റി. പക്ഷെ ആ സമയത്ത് ചേച്ചിയുടെ ബന്ധങ്ങളും, അതായത് ആ പള്ളികളും ബാക്കിയുള്ള മേഖലയായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങളെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു മേഖല കൊണ്ടാണ് ജോണി ചേട്ടൻ പറഞ്ഞ പോലെ കുറേ ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യാനും ആ സിനിമ നല്ല രീതിയിൽ ഓടിക്കാനും പറ്റിയത്.
രണ്ടാമത്തെ ഈ സിനിമ വന്നപ്പോൾ ഇത് എൻ്റെ തന്നെ നാട്ടുകാരനായ ലിസ്റ്റൻ ഞങ്ങളുടെ നെയ്ബറാണ്. ഇതിൻ്റെ കൂടെ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നമുക്കൊരു ആഘോഷമാക്കി ഇറക്കണം എന്നുള്ള രീതിയിൽ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ സിനിമയായി മാറും. ഈ സിനിമ എനിക്ക് തന്ന ലിസ്റ്റേച്ചിക്കും ഇതിൻ്റെ മറ്റ് പ്രൊഡ്യൂസേഴ്സിനും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു. താങ്ക് യു. ആഘോഷം എന്ന് പറയുന്നത് തികച്ചും ഒരു ക്യാമ്പസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ മുമ്പേ കണ്ടു പാട്ട് റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ആ യങ്സ്റ്റേഴ്സിനെ എല്ലാവരും ഈ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിച്ച ക്യാമ്പസ് ബേസിൽ അഭിനയിച്ച എല്ലാ യങ്സ്റ്റേഴ്സിനും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രഞ്ജി പണിക്കറിന്റെ മകൻ ശ്രീ നിഖിലും അതിനകത്ത് ലീഡ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ നിഖിൽ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആഘോഷം സിനിമയിൽ കൂടുതൽ എല്ലാം ആഘോഷമാക്കി മാറ്റിയ ആ യങ്സ്റ്റേഴ്സ്, ആ ഒരു യങ് വൈബ് എല്ലാവരെയും ഇവിടെ കുറെ പേരുണ്ടായിരുന്നില്ല, ആരും കാണുന്നില്ല. അതെ, എല്ലാവരും പോയോ? ഹായ് എവരിവൺ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു അമൽ, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. എല്ലാവരും ഓടി താങ്ക് യു ലിസ് ചേച്ചി, താങ്ക് യു ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്. ഈ മൈക്കിനെ പിടിച്ചോണ്ട് സ്റ്റേജിൽ സംസാരിക്കുക എൻ്റെ ഒരു എനിക്ക് പറ്റുന്നൊരു പരിപാടിയല്ല. അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ആരിലും വന്ന് ഇത് വാങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവരും കൂടെ ഓടി വന്നാൽ നമുക്കൊരു ഫോട്ടോ സെഷൻ എടുക്കാം. ഒരു ഫോട്ടോ സെഷൻ ആണ്, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്. സിനിമയുടെ പ്രോജക്ട് ഡിസൈനറാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ബ്രദർ ആയിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ടൈറ്റസ്. ഒരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട്. KL23F 1993 മുതൽ 2000 വരെ കലാഭവനിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. കലാഭവൻ സ്റ്റുഡിയോസിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അന്ന് ഞങ്ങളുടെയൊക്കെ വേണ്ടപ്പെട്ട താരങ്ങളൊക്കെയാണ് KS പ്രസാദും ജയറാം, ഷിൻഡോ എന്തിയടാ, ഷിൻഡോ, ഇവരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ഒരുപക്ഷെ നിങ്ങളെ കലാഭവനിലെ പിള്ളേരെ കാണാതെ ഒരു ദിവസം TV ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം കലാഭവൻ അത്രമാത്രം കേരളത്തിൻ്റെ ഒരു കലാരംഗത്ത് നിറഞ്ഞു തയ്യേ. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു മനോഹരമായ സായം സന്ധ്യ ഞങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളെ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ പ്രിൻസ് പള്ളിക്കുന്നേൽ എൻ്റെ വലിയൊരു സുഹൃത്താണ്. കഴിഞ്ഞ 27 വർഷത്തെ ബന്ധമാണ് എൻ്റെ ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാവർക്കും നേരുന്നു. മിസ്റ്റർ പ്രിൻസ് പള്ളിക്കുന്നിൽ 2 വാക്ക് സംസാരിക്കുന്നതാണ്. മൊബൈലിലുണ്ട്, അദ്ദേഹം പറഞ്ഞോളൂ. ഒന്നും ക്ലിയർ ആയില്ല. ഏതായാലും ഞാൻ ഈ സിനിമയായിട്ടുള്ള ബന്ധമില്ലെങ്കിലും 97 ആദ്യമായിട്ട് ഓസ്ട്രിയയിലെ ഒരു പ്രോഗ്രാമിന് സുകുമാരി ചേച്ചി, ചിപ്പിയും സൈനിധിനും ഒക്കെ ആയിട്ട് പോകുന്നത്. അന്ന് ആ ഷോ നടത്തിയത് പ്രിൻസ് പള്ളിക്കുന്നേലായിരുന്നു. വീണ്ടും ഞങ്ങൾ മനോജ് കെ നോർവഷി ടീമായിട്ട് പോയി, കലാഭവന്റെ ടീമായിട്ട് പോയി, കൊച്ചിൻ ഗിന്നസിന്റെ ടീമായി പോയി. ഒരു 5-6 പ്രാവശ്യം വിയന്നയിൽ പ്രിൻസ് പള്ളിക്കുന്നേൽ ഞങ്ങളുടെ ഷോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു, എത്താൻ പറ്റിയില്ല. അതിന്റെ കടം തീർക്കാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എല്ലാ ആശംസകളും ചെയ്തിരുന്നു. നമ്മുടെ ഓവർസീസ് സ്വന്തമാക്കിയ ഷിബു ചേട്ടനും വൈഫ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എവിടെയാണെങ്കിലും ദയവായിട്ട് സ്റ്റേജിലേക്ക് വരണം. അതുപോലെ ഋഷിൻ സുമൻ, ഡോക്ടർ IMAയുടെ സൈബർ ഹെഡാണ്. അദ്ദേഹം ഞങ്ങളെ ഈ യാത്രയിൽ ഏറ്റവും ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജിലോട്ട് വരണം.